കോളേജിൽ അടി നടക്കും. എന്തായാലും ചെയ്യണമെന്ന് പുള്ളി ഒന്ന് അടുത്ത് ചാടട്ടെ, മറ്റേ തുടരും പോലെ അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പൊ എടാ തുടരും കാണുമ്പോ നമുക്ക് ഇതെടുത്ത് ഒരു സിനിമയിൽ വെക്കാമെന്ന് ഇറങ്ങാത്ത പടത്തില് വേറെ 2 ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പാട്ട്. അപ്പൊ നമ്മൾ ആലോചിക്കുമ്പം ജസ്റ്റിൻ ആഷിയുടെയും റിലേഷൻഷിപ്പിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറേറ്റീവായിട്ട് ഈ പാട്ട് മാറാം. വേറെ ഒരു ഫണ്ണി സൈഡ് എന്നാണ് പടം ഹിറ്റായത് കൊണ്ട് ഇതൊക്കെ പോസിറ്റീവായി വരുന്നില്ല. അല്ലെങ്കിൽ അതിലാണ് പുള്ളി, ഞാൻ ശരിക്കും പുള്ളി ആക്ടിങ് വൈസ് ഞാനിങ്ങനെ നോട്ട് ചെയ്ത് തുടങ്ങുന്നത്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസ്. ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് എല്ലാവരും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും അവർക്ക് ബുദ്ധിമുട്ട്. ആ സീരിയലിന്റെ ഫംഗ്ഷൻ ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഒരു തിരക്കഥാശാസ്ത്ര പ്രകാരം എനിക്കറിയാൻ പാടില്ല. പുള്ളിക്കാരി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പുള്ളിക്കാരി മാത്രം സോളോ ഹീറോ ആയിട്ട് വെച്ച് നമുക്കൊരു പടം പ്ലാൻ ചെയ്യാനും അത് ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നിവിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു. തീർച്ചയായിട്ടും വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ. ഗിരീഷ് ഷെഡിയാണ് ക്യൂ സ്റ്റുഡിയോയില്. ഗിരീഷ്, എല്ലാ പടം കഴിഞ്ഞിട്ടും മറ്റേ അഭിനന്ദന പ്രവാഹം നിങ്ങൾക്കിടയിൽ നിൽക്കേണ്ടി വരിക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ. 7 വർഷത്തെ ഗിരീഷിന്റെ കരിയറിൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് വരുന്നു, ടിക്കറ്റ് കിട്ടാനില്ലാത്ത പടമായിട്ട് മാറുന്നു. ഇപ്പോൾ പ്രേമലു 2-ന് ശേഷം ഗിരീഷ് ഷെഡി എന്ത് തരം പടം ചെയ്യുന്നു എന്നുള്ളത് ആളുകളുടെ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടറായിരുന്നു. ഗിരീഷ് ഷെഡി എന്ത് ചെയ്യുന്നത്? ഗിരീഷിന്റെ പടം നോക്കിക്കഴിഞ്ഞാൽ തണ്ണീർമത്തൻ ദിനങ്ങൾ 7 വർഷം മുമ്പ് ചെയ്യുമ്പോൾ സ്കൂളിലാണത്. സ്കൂളിൽ നടക്കുന്നു, സ്കൂളിൽ നിന്ന് ജസ്റ്റ് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന ഒരു സിനിമ. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് വരുന്നു. കോളേജ് എന്ന് പറയാൻ പറ്റില്ല, അവിടെ ഒരു സൂപ്പർ ശരണയിലെത്തുമ്പോൾ ഒരു ഗേൾ ലൈഫിലേക്കാണ് വരുന്നത്. പ്രേമലു എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ജോലി തൊഴിൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ക്രൈസിസിലാണ്. ഒരു മിഡ് ലൈഫ് ക്രൈസിസിലേക്ക് പെടാവുന്ന ഈ സിനിമ വരുന്നു. അതിലൂടെ ഒരു എക്സ്പെരിമെന്റൽ ഫാക്ടറായിട്ട് അയാം കാതലിനുണ്ട്. അപ്പോൾ ആളുകൾക്ക് അവരുടെ മുന്നിൽ നിന്ന് ഗിരീഷ് ഷെഡി എന്ന് പറയുന്ന ഫിലിം മേക്കർ ക്രാഫ്റ്റ് വളരുന്നതും കാണാം. പുള്ളിയുടെ സിനിമകളുടെ സ്റ്റോറിയും കൂടുതൽ മോർ മെച്ചുവർ ആവുന്നതാണ്. എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഗിരീഷ് പടമാണ്. റീസെന്റ് കണ്ട ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിലൊന്നാണ്. 3-4 പ്രാവശ്യം കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു പടം പോലെയാണ്. ഈ സിനിമ ആദ്യത്തെ സിനിമയായിട്ടാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. ഇത് ആദ്യ പടമായിട്ട് ആലോചിക്കാൻ എന്തായിരുന്നു ഫാക്ടർ? ഫസ്റ്റ് പടം ബത്ലഹേം ചെയ്യാന്നുള്ളത്. ഇത് ഒന്നാമത്തെ ഇതിലൊരു സ്റ്റാർ ഹീറോ സ്റ്റാറിനെ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയായിരുന്നു ഇതിന്റെ. അന്ന് ഈ രൂപത്തിലല്ല അത്, ജസ്റ്റ് ഈ ക്യാരക്ടേഴ്സ് ഉള്ളൂ. ജസ്റ്റിൻ ചേട്ടനിലൂടെ വരുന്ന ജസ്റ്റിൻ ചേട്ടനും ഈ പെൺകുട്ടിയുടെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവരുടെ റൊമാൻസ് എന്ന് പറഞ്ഞൊരു ഐഡിയ ഈ നെയ്ബർഹുഡ് എന്നുള്ളതാണ് മെയിൻ സാധനം. നമ്മള് കണ്ടു വളർന്ന നമ്മുടെ ഏറ്റവും പരിചിതമായിട്ടുള്ള സ്ഥലം എന്നുള്ള രീതിയിലാണ് ഇത്. അല്ലാതെ ഇതിലെ സംഭവങ്ങളും ഒക്കെ വളരെ വേഗമായിട്ടുള്ള രീതിയിലൊക്കെ ഉള്ളൂ മനസ്സിൽ. ഈ പറഞ്ഞ പോലെ അന്ന് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. അപ്പൊ ഈ തണ്ണീർമത്തൻ ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോ ഇതും ഇതിന്റെ ആലോചന ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ ഇൻ കേസ് തണ്ണീർമത്തൻ ഇങ്ങനെ നടക്കില്ല എന്ന് തന്നെയായിരുന്നു ആലോചന. അപ്പൊ അത് മടക്കി വെച്ചിട്ട് ഇതിൽ വർക്ക് ചെയ്ത് ഇതൊരു സ്റ്റാറിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ. അല്ലാതെ അത് ഫസ്റ്റ് പടമായിട്ട് ഇത് ചെയ്യും എന്നുള്ളതല്ല. എല്ലാം നോക്കാണല്ലോ, ട്രൈ ചെയ്യാണല്ലോ. അതിലൊരെണ്ണം ഇതായിരുന്നു. 1-2 ഇതായിരുന്നു സംഭവം. പക്ഷെ തണ്ണീർമത്തൻ അത് സംഭവിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ ആയിരുന്നു. തണ്ണീർമത്തൻ കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ ഇടയിൽ ആക്സിഡന്റിലാണ് സൂപ്പർ ശരണയുടെ ഒക്കെ ഐഡിയ വരുന്നതും അത് പെട്ടെന്ന് ഇതാവുന്നതും. പുള്ളിയായിട്ടൊരു കമ്മിറ്റ്മെന്റ് പെട്ടെന്ന് ഉണ്ടാവുകയും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ഇതൊക്കെ വന്ന് അങ്ങനെ അത് ചെയ്തു പോയി. പിന്നെ ഇത് എവിടെയോ അങ്ങ് വിസ്മൃതിയിൽ പോയി സംഭവം. പിന്നെയാണ് പ്രേമലുവിന്റെ ഐഡിയ പെട്ടെന്ന് അത് പറഞ്ഞാൽ പോപ്പപ്പ് ചെയ്ത് വരുന്നത്. ഞാനും ജോസിയും കൂടി ഇരിക്കുമ്പോൾ ഇങ്ങനെ വന്നു. പിന്നെ അതിലോട്ട് പോയി. അപ്പൊ അത് അതിലൊരു മുടക്കം വന്നിരുന്നു. മമിതയുടെ ഡേറ്റ് പ്രശ്നം കാരണം തള്ളി പോകേണ്ടി വന്നു. അതിന്റെ ഇടയിലാണ് ഈ പറഞ്ഞ പോലെ കാതലൻ, ആ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് കാതലൻ പെട്ടെന്ന് കയറിയത്. അത് കഴിഞ്ഞ് പ്രേമലു സംഭവിക്കുന്നു. പിന്നെ അങ്ങനെ അവസാനം പ്രേമലു കഴിഞ്ഞ പ്രേമലു സമയത്ത് ഞങ്ങള് ലീഷേട്ടനും ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചത് പ്രേമലു ചെയ്യുന്നു, അത് കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഇത് തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ്. റിലീസ് വരെ ഒരു മാറ്റമില്ല പ്ലാനിൽ.
റിലീസ് കഴിഞ്ഞ് ഈ സംഭവം ഭയങ്കരമായിട്ട് അങ്ങ് കയ്യിന്ന് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സുപ്രഭാതത്തില് കൊള്ളാലോ, ഇത് സെക്കൻഡിന് ചാൻസ് ഉണ്ട് അത് അടിപൊളിയായിട്ട് ചാൻസ് ഉണ്ട്, ഇപ്പോഴും ചാൻസ് ഉണ്ട്. എന്തായാലും പ്രേമലുവിന്റെ ഒരു ഇരട്ടി അടിക്കുകയും ചെയ്യും അത്. അങ്ങനത്തെ ഒരു പരിപാടിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ വർക്ക് ചെയ്തു. അങ്ങനെ അത് നടന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പൊ പിന്നെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഇതുമായിട്ട് പോവാൻ തീരുമാനിക്കുകയും. ഞാനെപ്പോഴും കണ്ടിട്ടുണ്ട്, ഞാൻ ഗിരീഷിന്റെ ഷോർട്ട് ഫിലിം മുതൽ ഗിരീഷിനെ എനിക്ക് പരിചയമുള്ള ആളാണ്. ഗിരീഷിന്റെ ഷോർട്ട് ഫിലിം കണ്ട സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അന്നൊരു പേഴ്സണൽ എക്സൈറ്റ്മെന്റിൽ ഞാനൊരാള് ഷോർട്ട് ഫിലിം നിന്ന് സിനിമ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആളാണ്. ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഒക്കെ ഇട്ട് ഗിരീഷിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ള സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിരീഷിന്റെ ഒരു ജോണറാണ് ഉണ്ടാക്കുന്നത്. അതായത് അതിപ്പോൾ വേറെ ആൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോന്നൊന്നും അറിയില്ല, നാളെ ആരെയും ക്രാക്ക് ചെയ്യാൻ അറിയില്ല. എന്നാൽ പോലും ഗിരീഷ് ഉണ്ടാക്കുന്ന പടം ഗിരീഷിന്റെ ഒരു യൂണിവേഴ്സ് ആണ്, ഗിരീഷിന്റെ ഒരു മിക്സ് ആണ്, ഗിരീഷിന്റെ റെസിപ്പിയാണ് എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ. ഇപ്പൊ ഈ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഒക്കെ ഫസ്റ്റ് തോട്ട് എന്താ? ഇതിപ്പോ എന്താ അങ്ങനെ ഞാൻ പറഞ്ഞ ഓക്കെ, പല പടം ഉണ്ടല്ലോ, ഇപ്പൊ ഇതിനൊരു സിനിമ ഫോം എന്നുള്ള രീതിയിലുള്ളൊരു ആലോചനയുണ്ട്. ഞാൻ ബെത്ലഹേം കുടുംബ യൂണിറ്റിന്റെ ഫുൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുള്ള ആളാണ്. ഇനി ഏറ്റവും സർപ്രൈസ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ അതൊരു പാക്ഡ് സ്ക്രിപ്റ്റിലാണ് ഗിരീഷ് അത് ചെയ്തേക്കുന്നത്. അതിൽ ഇംപ്രവൈസ്ഡ് വേർഷൻസ് ഉണ്ടാവും, ആക്ടറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടാവും. അപ്പോഴൊരു 90% ഗിരീഷ് വേർഷനിൽ നിന്നാണ് ഇത് ആക്ടറിലേക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ളവരിലേക്ക് ആ സിനിമ പോകുന്നത്. എഴുതി പൂർത്തിയാക്കിയ ഒരു തിരക്കഥയിലാണല്ലോ പോകുന്നത്. ഗിരീഷിന്റെ ഒരു പ്രൈമറി തോട്ട് എന്താ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ബിൽഡ് ചെയ്യാന്നുള്ളത്? പ്രൈമറി തോട്ട് അത് ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ എനിക്ക് കണ്ടിട്ടുള്ള ഒരു ആളുണ്ട്, ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റിൻ ചേട്ടൻ ഉണ്ട്. ഈ പറഞ്ഞ പുള്ളി ഇപ്പൊ 30s എല്ലാം നിൽക്കാണ്. അപ്പോ പുള്ളി അത്യാവശ്യം അടിപൊളിയാണ് പുള്ളി. അപ്പൊ അങ്ങനെ എന്തൊക്കെയാണ് ചിന്തിച്ച ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു സംഭവം. പ്രൈമറി അതാണ്. ആദ്യം ജസ്റ്റിൻ ചേട്ടനാണ് ഉണ്ടാവണത്, പിന്നെ ആഷ്ലി എന്നുള്ള ക്യാരക്ടർ. ആദ്യം ചിന്തിച്ചത് ആഷ്ലി അവിടെ തന്നെ ഉള്ളൊരു ആളെന്നുള്ള, ഓൾറെഡി അവിടെ ഉള്ള വീട് മാറി വരുന്ന ആളല്ല, അവിടെ തന്നെ അയൽവാസിയാണ്. പിന്നെയാണ് ഞാൻ സൂപ്പർ ശരണ്യയുടെ സമയത്ത് മമിതയുടെ ആക്ടിങ്ങും പരിപാടികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര രസം തോന്നി. അപ്പൊ മമിത കോട്ടയം കടങ്ങൂരുന്നാണ്. അപ്പോഴാണ് എനിക്ക് ആ ഐഡിയ വന്നത്. അവിടെ നിന്ന് വരുന്നതാകുമ്പോ കുറച്ചും കൂടി രസമായിരിക്കും, ഇവിടെ ഉള്ളതിനേക്കാളൊക്കെ രസം ഒരു ആള് പുതിയതായിട്ട് വരുന്നു എന്നുള്ളൊരു സംഭവം. അങ്ങനെ ഇത് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ സീക്വൻഷ്യൽ ആയിട്ട് വരില്ല തോട്ടുകൾ, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു സീൻ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു കസിൻസുമായിട്ടുള്ള ഒരു ഗാദറിങ് ഉണ്ടാവണം എന്നൊക്കെ ഇത് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഇടയിൽ നിന്നൊക്കെ ഒരു പരിപാടിയൊക്കെ നമുക്ക്, എന്നിട്ട് അവസാനമാണ് ഇതൊക്കെ ഇങ്ങനെ യോജിച്ച് വരുന്നത്. അല്ലാതെ ഇങ്ങനെ ഇന്ന സീൻ അങ്ങനെ സീക്വൻഷ്യലായി പോവാറില്ല. എഴുതി ഫൈൻ ട്യൂൺ ചെയ്ത ബൗണ്ടർ സ്ക്രിപ്റ്റിൽ മാത്രമേ ഗിരീഷ് സിനിമ തുടങ്ങുള്ളൂ അല്ലേ? സിനിമ തുടങ്ങിയതിനു ശേഷം ഇംപ്രൂവൈസ്ഡ് വേർഷൻ തുടങ്ങിയതിന് ശേഷം നമുക്കൊരു വെർഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കുറക്കെ പോകുന്നത് അല്ലെ? ഇപ്പൊ ഈ സിനിമ നോക്കി അറിയാം, ഒരു ഇമോഷണൽ ഗ്രാവിറ്റി അല്ലെ, ഇമോഷണൽ ലെയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗിരീഷിന്റെ ഇതുവരെയുള്ള സിനിമകളിലെ ഏറ്റവും മെച്ചോർഡ് വേർഷനാണ്. ഒരേ സമയം തന്നെ ഫിലിം മേക്കർ അതിന്റെ ക്രാഫ്റ്റില് ഒരു ബെസ്റ്റിലെത്തുന്നു. ഇപ്പോഴത്തെ സിനിമ ഗ്രാജുവലി ഈ പറഞ്ഞ തണ്ണീർമത്തൻ മുതൽ ഇങ്ങനെ ആ കഥ പറഞ്ഞ് മിഡ് ലൈഫ്, അതിന്റെ ക്രൈസിസിൽ അങ്ങനെയുള്ളൊരു ജസ്റ്റിനെ പോലത്തുള്ള ഒരു പാകതയുള്ള ഒരാൾ എത്തുന്നു. അതിന്റെ ഒരു എല്ലാ നിലയ്ക്കും പക്വമായൊരു വേർഷൻ വരുന്നു എന്നുള്ളവരായിരിക്കുന്നത്. എനിക്കൊന്ന് ഗിരീഷിന് ഇപ്പൊ അതായത് ഈ പറഞ്ഞ ഗിരീഷിന് ഈ ഏജിൽ ചെയ്തത് കൊണ്ട് കുറെ അഡ്വാൻറ്റേജസ്, അത് 5ാമത്തെ പടമായിട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഇതുവരെ ചെയ്ത പടങ്ങളുടെ അഡ്വാൻറ്റേജസ് അടക്കം ഇതിൽ മേക്കിങ്ങിൽ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും ഓരോ പടത്തിലും നമ്മള് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ ഇമ്പ്രൂവ് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കൊമേഴ്ഷ്യലി സഹായിച്ചിട്ടൊന്നും ഉണ്ടാവില്ലെങ്കിലും നമുക്ക് എന്തൊക്കെയോ ഓരോ പടത്തിൽ നിന്നും പഠിച്ച് വരണം. അപ്പൊ പിന്നെ ഈ പടത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ ഒരു ഇച്ചിരി ഒരു മെച്ചോർ, മറ്റേതെന്നൊക്കെ പറഞ്ഞ കുറച്ച് ഈ പറഞ്ഞ പോലെ ഒരു ചൈൽഡിഷ്, അവരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ക്യാരക്ടർ അങ്ങനെ സച്ചിനും വേറെ രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ചെയ്യാനും പറ്റില്ല. അപ്പൊ ആ ഇതിലും ഞാൻ അജ്മലിനോടും അങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ കുറച്ചും കൂടി നമുക്ക് പ്രേമലുവിന് ഭയങ്കര എനർജിയാണ്, വിഷ്വൽസിനൊക്കെ ഭയങ്കര എനർജി, ഹാൻഡ് ഹെൽഡ് ഷോട്ടുകൾ മറ്റേത് മറിച്ചതെന്നൊക്കെ, നമുക്ക് കുറച്ചും കൂടി ഒരു ഇരുത്തം വന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. കാരണം സ്ഥലമൊക്കെ ഫീൽ ചെയ്യണം, ആ കാത്തലിക് അന്തരീക്ഷം
ആൾക്കാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള രീതിയിൽ അജ്മൽ അത് ഭയങ്കരമായിട്ട് അജ്മൽ ഗംഭീര വർക്കാണ് അജ്മൽ നമുക്ക് കിട്ടിയതൊരു ഭാഗ്യമുണ്ടോ ശരിക്കും. അത് അങ്ങനെ ഒരു സിങ്കായിട്ട് പോണ ഒരു ടെക്നീഷ്യനെ കിട്ടാന്ന് പറഞ്ഞു റെട്രോ ഫീൽ ഉണ്ട്, എന്നാൽ വൺ ഫ്രഷും ആണ്. സ്പേസ്, സ്ഥലം, അല്ലെ, ജിയോഗ്രഫി ഒക്കെ പ്ലേസ് ചെയ്ത് അജ്മലിനെ പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുപോലെ പുള്ളി അതില് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫീല് കൊണ്ടുവരാൻ. അതൊക്കെ ആയിരിക്കും തോന്നണം. എനിക്കും അങ്ങനെ ഇപ്പൊ ഞാൻ റിലീസിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്കും കുറച്ചും കൂടി അസ്തെറ്റിക്കലി നന്നായിട്ട് തോന്നിയ പടം ഇതാണ്. ഗംഭീര പടമാണ്, കുറച്ചുകൂടി നന്നായി എന്നല്ല, അതിൽ മറ്റേ സ്വയം പറയാൻ വേണ്ടി അത് ഞാനും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പടം ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്റെ അസോസിയേറ്റ് ഡിവിഷനുണ്ട്, എടാ ഇത് നമ്മുടെ ഏറ്റവും നല്ല പടമായിരിക്കും എന്ന് പറഞ്ഞു. പിന്നീട് അത് പിന്നെ ഇതിന്റെ കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞപ്പോ ഞാൻ ഇത് പറഞ്ഞത് വെറും ആയി പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ കുഴപ്പമില്ല, പടം വന്നു കഴിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ വന്നു. അതങ്ങനെ വരും എങ്ങനെയൊക്കെയോ. അത് അവസാനം ദിവസം അത് അങ്ങനെ വീഴും. ഇതിലും അതേപോലെ ഭയങ്കര രസമുള്ള സാധനമായിരുന്നു. നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ അതിലൊരു റെട്രോ ഫീൽ ഉണ്ട്, എന്നാൽ ആളുകൾക്ക് ഏറ്റവും ടച്ചിങ് സാധനമാണ് ഒരു MP3 കിങ് ലവ്സ് മറ്റേ റൂം 70 എന്ന് പറയുന്നത്. അത് ഭയങ്കര കണക്റ്റഡ് ആണ്, എന്നാൽ അത് ഏറ്റവും ബിലീവബിൾ ആണ്. അതായത് ഒരു എനിക്ക് തോന്നുന്നത് ഭയങ്കര അതിന്റെ ഒരു ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും റൂട്ടഡ് ആയി കൊടുത്തൊരു സാധനമായിരുന്നു. അത് ഞാനിത് ഈ MP3 കിങ് ഒക്കെ എന്റെ ഒരു നൊസ്റ്റാൾജിയുടെ പാർട്ടാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ഇതൊക്കെ ചെയ്തവരുടെ ഇതുകൾ ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഈ പഴയ മലയാളം പാട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നത്. എനിക്ക് പഴയ പാട്ടുകളൊന്നും താല്പര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ യാദവയൊക്കെ കുട്ടിക്കാലത്ത് എപ്പോഴോ കേട്ടും മറന്നിട്ടുണ്ട്. അന്ന് ഹിറ്റായിരുന്നു തോന്നുന്നു ആ പാട്ട്. എന്നല്ലാതെ അതിനോടൊന്നും പ്രത്യേകിച്ച് അട്രാക്ഷൻ ഒന്നും തോന്നിയില്ല. എനിക്ക് മറ്റേ അടിപ്പം പാട്ടുകളോടാണ് താല്പര്യം. ഈ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ ഈ പഴയ പാട്ടുകളുടെ പരിപാടികളിലോട്ടൊക്കെ കിടക്കുന്നത്. അപ്പൊ ഈ ആകപ്പാടെ ഇത് കിട്ടാൻ ഇത് ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അന്ന് കുറെ സൈറ്റുകളും പരിപാടികളും ഉണ്ട്, കുഞ്ചപ്പാടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലം. അപ്പൊ ഇവര് ഇത് റിപ്പ് ചെയ്ത് ഈ സാധനം വിട്ടിട്ട് അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന്, അപ്പൊ ഇവർക്കൊക്കെ പേരുകളുണ്ടാവും. ഇവര് കാർക്കോടകൻ എന്നൊക്കെ പേരുള്ള ഒരു ഇതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാർക്കോടകൻ എന്ന് പറഞ്ഞാൽ പാമ്പാണ്. ഒരു പാമ്പിന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു യൂസറൊക്കെ ഉണ്ടായിരുന്നു പുള്ളി. എനിക്ക് എന്റെ ഫേവറേറ്റ് കുറെ പാട്ടുകൾ കാർക്കോടകൻ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ MP3 വേർഷനായിട്ട് അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ഇന്ന പാട്ട് സെർച്ച് ചെയ്ത് പോകുമ്പോ ഭയങ്കര റയർ പാട്ടുകളൊക്കെ ആയിരിക്കും. സെർച്ച് ചെയ്ത് പോകുമ്പോ കാർക്കോടൻ എവിടെയെങ്കിലും ഇട്ടിട്ടുണ്ടാവും, അങ്ങനെ എടുക്കുന്നു. അപ്പൊ എനിക്ക് ആ ഒരു നമ്മുടെ പ്ലേലിസ്റ്റ് മാച്ച് ചെയ്യുന്ന പോലത്തെ ഒരു ഇത് കാർക്കോടൻ ആരാണോ അറിയില്ല. അപ്പൊ അങ്ങനെ പിന്നീട് അതൊക്കെ പോയി, ആ കാലമൊക്കെ പോയി. അപ്പൊ അതിന്റെ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്, ഈ MP3 പരിപാടിയുടെയൊക്കെ. അപ്പൊ അത് പിന്നെ അത് എങ്ങനെയാണ് ഇവർ ചെയ്തിരുന്നതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെയാണ് മനസ്സിലായത് ടേപ്പിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്നത്. നമ്മള് വിചാരിക്കുന്നത് ഇവർക്ക് വേറെ എവിടെ നിന്നോ കിട്ടുന്നതായിരിക്കും, വേറെ ഏതോ സോഴ്സിൽ നിന്ന് ഇവരെടുക്കുക. അല്ല, ഇവരുടെ കയ്യിലുള്ള കാസറ്റുകൾ ഇവർ കൺവേർട്ട് ചെയ്ത് ഇടുന്നതായിരിക്കും. അപ്പൊ ഈ ജസ്റ്റിൻ എന്ന് പറഞ്ഞ പുള്ളിയെ ആലോചിച്ച് കൊടുക്കുമ്പോൾ പുള്ളി ഇത്ര ഏജ്ഡ് ആയ ആളാണ്. അപ്പൊ പുള്ളിയുടെ പ്രൈം ടൈമിൽ പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കാം എന്നൊക്കെയുള്ള, പുള്ളിക്ക് അത്യാവശ്യം മ്യൂസിക്കിലെ ടേസ്റ്റ് ഒക്കെ ഉള്ള ഒരാളാണെന്നാണ് നമ്മുടെ വെപ്പ്. അപ്പൊ അങ്ങനെ വന്നതാണ്. അതും ഒരു ചെറിയൊരു നൊസ്റ്റാൾജിയുടെ അതിൽ കണക്ട് ആയി വരുന്നതാണ്. ഇപ്പം ഈ പറയുന്ന യവന കഥയിലെ എന്നുള്ള പാട്ടുമൊക്കെ ഞാൻ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത്, അത് ഗിരീഷിന്റെ ഒരു ഫേവറേറ്റ് പ്ലേലിസ്റ്റിൽ നിന്ന് വരുന്ന പാട്ടാണോ അത്? അതെ, ഞാൻ കുറെ കാലം മുമ്പ് ഈ പാട്ട് എവിടെന്നോ ഇങ്ങനെ ഇത് എന്തോ ഡൗൺലോഡ് ചെയ്ത് ഞാൻ ഇങ്ങനെ കേൾക്കുക. ഔസേപ്പച്ചൻ സാറിന്റെ ഒരടിക്ക് ഇങ്ങനെ ഔസേപ്പച്ചന്റെ കേൾക്കാത്ത പാട്ടുകൾ തെരഞ്ഞുപിടിച്ച് കേൾക്കാന്നുള്ള, ഇറങ്ങാത്ത സിനിമകളും ഇറങ്ങിയ സിനിമകളും നമ്മൾ എല്ലാം കേട്ടിട്ടൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ ഒരു സുഹൃത്ത് സന്ദീപ് എന്ന് പറഞ്ഞൊരു ട്രിവാൻഡ്രത്തുള്ള പുള്ളി ഭയങ്കര ഔസേപ്പച്ചൻ ഫാനാണ്. അപ്പൊ അവനൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്യടാ, ഈ പാട്ട് കേട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ. അപ്പൊ അതിലുള്ള ഒരു പാട്ടാണ് ഈ യവന കഥയിൽ നിന്ന്. അപ്പൊ അത് എനിക്ക് അത് കേൾക്കുമ്പോ തന്നെ അതിന് ഈ പറഞ്ഞ പോലെ എവിടെയോ എന്തോ ഈ പടവുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെ അത് പ്ലേസ് ചെയ്യുന്നു എന്നൊക്കെയുള്ള. അതിന് വേറൊരു തരത്തിൽ നോക്കിയ ഒരു ഇറങ്ങാത്ത പടത്തിലെ വേറെ 2 ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പാട്ട് ഇപ്പൊ നമ്മൾ ആലോചിക്കുമ്പം ജസ്റ്റിനി ആഷിയുടെയും റിലേഷൻഷിപ്പിന്റെ
ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെറേറ്റീവായിട്ട് ഈ പാട്ട് മാറാം. ഇപ്പൊ ആളുകൾ ഈ പടത്തെ കുറിച്ച് എന്ത് പറയുമ്പോഴും ഇത് ഇൻസ്റ്റയിൽ ഈ ട്രാക്ക് കൂടി കയറി ഇതിലൂടെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഈ പടം, അതായത് ഒരു പാട്ടിന് ഒരു മറ്റേ പൂർണ്ണത വരുന്നത് പോലെയാണ്. ഒരു സിനിമ പാട്ടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു പാട്ടിനെ സിനിമയിലൂടെ പുറത്തെത്തിക്കുന്നു എന്ന് പറയുന്ന സംഗതിയുണ്ടല്ലോ. പിന്നെ അത് മാത്രല്ല ഭയങ്കര വേറെ ഇത് വേറെ ഇതിന്റെ ഒരു ഫണ്ണി സൈഡ് എന്താന്ന് പടം ഹിറ്റായത് കൊണ്ട് ഇതൊക്കെ പോസിറ്റീവായി വരുന്നു. അല്ലെങ്കിൽ പാട്ടെടുത്തല്ലേ പുറത്തിറങ്ങാത്ത പാട്ടിനെ ഇവൻ പൊട്ടിച്ചു കൊടുത്തു. സുരേഷ് ചേട്ടൻ പറഞ്ഞു, ഇന്നലെ ഞാൻ സുരേഷ് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോ ചേട്ടൻ ഇതൊക്കെ പടം ഹിറ്റായോണ്ട് സംഭവിക്കുന്നതാണ്. സുരേഷ് അല്ലെങ്കിൽ റൂം 17 ഒക്കെ പൂട്ടി ഞാൻ എപ്പോഴും നോക്കുന്നത്, ഇപ്പൊ ഗിരീഷ് ഷോർട്ട് ഫിലിം ചെയ്യുകയാണെങ്കിലും ഗിരീഷിന് ഒരു ടീമുണ്ട്. ആ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര ഹൈറാർക്കിക്കൊക്കെ പുറത്ത് ഗിരീഷിന്റെ ഒരു ടീമാണത്. അപ്പം ഒരു വാടാ പോടാ എടാ പോടാ വിളിക്കാവുന്ന ഗിരീഷിന്റെ ടീമാണ്. ഒരു ഈഗോ ഫ്രീ യൂണിവേഴ്സ് പോലെയാണ് തോന്നിയിട്ടുള്ളത് ഗിരീഷിന്റെ ടീം. അതായത് ഗിരീഷ് പുറത്തുനിന്ന് ഒരു എഡിറ്ററെ കൊണ്ടുവരില്ല. അജ്മൽ പോലും ഗിരീഷിന്റെ യൂണിവേഴ്സിലേക്ക് ബ്ലെൻഡ് ആവുകയാണ് ചെയ്യുന്നത്. വിഷ്ണു പോലും ആ സ്പേസിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഇപ്പം കിരൺ അതിലേക്ക് പിന്നീട് കയറി വരുന്നു. ഈ ഷോർട്ട് ഫിലിമിൽ അപ്ലൈ ചെയ്ത അതേ ഒരു ടീം സ്പിരിറ്റ്, അങ്ങനെ ഒരു കളക്റ്റീവ് പരിപാടി തന്നെയാണ് ഫിലിമിലെത്തിയപ്പോഴും ചെയ്തത്. അതെ, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് ഷോർട്ട് ഫിലിം ആണല്ലോ പരിചയമുള്ളൂ. ഞാൻ സിനിമ സെറ്റിൽ വർക്ക് ചെയ്തുള്ള പരിചയമില്ല. അപ്പൊ ഇത് തന്നെ അങ്ങോട്ട് പറിച്ചാടാനാണ് ഞാൻ ശ്രമിച്ചത്. ഭാഗ്യത്തിന് എനിക്കത് ഫസ്റ്റ് ഫിലിമിൽ അത് ചെയ്യാൻ പറ്റി. എനിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒന്നും പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വന്നിട്ടില്ല. ബഡ്ജറ്റ് കുറവാണ്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും ലൊക്കേഷൻ കണ്ടുപിടിക്കുന്നതും ഓഡിഷൻ ചെയ്യണതും ഒക്കെ നമ്മൾ തന്നെ. നമ്മൾ അങ്ങനെ ഒരു ഫോർമൽ രീതിയിൽ പോയിട്ടില്ല. ഇതിപ്പോ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ വെക്കുക, കാസ്റ്റിംഗ് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ അങ്ങ് വിളിക്കുകയാണ്. അന്ന് പിന്നെ ഇന്നത്തെ പോലെ അല്ല, ഒരു വൃത്തികെട്ട കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത്ര മെച്ചോർഡല്ല. അതങ്ങ് ഇഷ്ടപ്പെട്ടോളും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. സ്ക്രിപ്റ്റ് കൊള്ളാം, ആൾക്കാര് പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യാൻ ഭയങ്കര കോൺഫിഡൻസാ. ഇപ്പൊ എനിക്ക് തോന്നുമ്പോ നമ്മൾ അതിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഇതൊക്കെ ചിന്തിക്കും. അവിടെ ഒരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ വെച്ച് കിട്ടാവുന്നതിന്റെ ഒരു ഇരട്ടി കിട്ടില്ലേ എന്നുള്ള ഒരു സാധനമൊക്കെ ഇപ്പൊ നമ്മൾ ചിന്തിക്കും. അന്ന് അതൊന്നുമില്ല. അന്ന് ഈ സാധനം പുതിയ ആൾക്കാരെ വെച്ച് ചെയ്യുന്നു, കാരണം കംഫർട്ടാണ് നോക്കണത്. അപ്പോ ആ രീതിയായിരുന്നു ആദ്യം തുടങ്ങി അവലംബിച്ചു വരുന്നത്. അപ്പൊ നമ്മൾ പിന്നീട് എല്ലാ സിനിമകളും ചെയ്യുമ്പോൾ നമ്മൾ സിനിമയിലേക്ക് തന്നെ ആവുന്നുണ്ട്. എങ്കിലും ഈ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊക്കെ വന്നാലും നമ്മുടെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാവരും അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മുടെ ആ ഇതിലോട്ട് വൈബിലോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഇത് അതിൽ നിന്ന് തെറ്റി ഒരാൾ വന്നാലും ഭയങ്കര പ്രശ്നമാണ്. അത് പ്രശ്നമായിട്ടും ഉണ്ട്. കൂടുന്ന ആൾക്കാർ തന്നെ ആ വൈബിൽ നിന്നൊക്കെ മാറി ഇവരുടെ ഓവർ അംബീഷനും പരിപാടിയും വന്ന പോലത്തെ ഒരു മൂഡിൽ നിന്ന്. അപ്പൊ അത് ഈ പറഞ്ഞ പോലെ എല്ലാവരും അംബീഷ്യസ് ആണ്, ഞാനും അംബീഷ്യസ് ആണ്, എല്ലാവരും അംബീഷ്യസ് ആണ്. ഇത്രയ്ക്ക് ഓവറാവുമ്പോ നമുക്ക് അങ്ങോട്ട് പിന്നെ നമ്മുടെ ബാധ്യതയായി പോകും. ഇവന്മാരുടെ അംബീഷൻ ഒക്കെ നമ്മുടെ ബാധ്യത. അവൻ എന്റെ അംബീഷന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കണത്. അപ്പൊ അങ്ങനെയാണ് ഈവൻ നിവിൻ ചേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത് സ്റ്റാറായിട്ടാണ്. ഞാൻ സിനിമ ചെയ്യുന്നതിന് മുമ്പ് പുള്ളി പ്രേമൊക്കെ ചെയ്ത് വലിയ സ്റ്റാറാണ്. അപ്പൊ പുള്ളി ഇതിലോട്ട് വരാൻ വില്ലിങ് ആയിട്ടാണ് നിൽക്കുന്നത്. അതെ, അത് നമ്മൾക്ക് ഭയങ്കര രസമാണ്. അത് ഭയങ്കര പോസിറ്റീവാണ് ആ കാര്യം. അല്ലാതെ പുള്ളി അവിടെ വന്നിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള കുറെ സംഭവങ്ങളുണ്ട്, അത് വിട്ടിട്ട് ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. കിട്ടില്ല. പുള്ളി അതിലോട്ട് ഇറങ്ങാൻ ഭയങ്കര. ഈ സിനിമയുടെ ഒരു ഭയങ്കര സൗന്ദര്യം അതായിരുന്നു. ഞാൻ സിനിമ കണ്ടപ്പോഴും എനിക്ക് തോന്നിയ സാധനം വെച്ച് കഴിഞ്ഞാൽ, നിവിന്റെ പടങ്ങൾ ചെയ്യുമ്പോൾ നിവിന്റെ മാനറിസം, നിവിന്റേതായ കുറെ സംഗതികൾ ആളുകൾ എക്സ്പെക്ട് ചെയ്യെങ്കിലും ജസ്റ്റിൻ അങ്ങനെയല്ല. ജസ്റ്റിൻ എന്ന് പറഞ്ഞാൽ വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള, ആ നാട്ടിലുള്ള ഏറ്റവും സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, ആർക്കും എന്തും വിശ്വസിച്ച് ഏൽപ്പിക്കാവുന്ന അവരുടെയൊക്കെ ഒരു ചേട്ടനാണ്. അവിടെ നിവിൻ കംപ്ലീറ്റ് ക്യാരക്ടർ മീറ്ററിലേക്ക് പോകുന്നു. ജസ്റ്റിനെയാണ് നമുക്ക് ഓർത്ത് വെക്കുന്നത്. നമ്മളുടെ ഒരു ടേക്ക് ഹോം എന്ന് പറയുന്നത് ജസ്റ്റിനാണ്. നിവിനേക്കാൾ ജസ്റ്റിനിലേക്ക് കണക്റ്റഡ് ആവുന്നുള്ളത്. നിവിൻ ഇപ്പം കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ഇപ്പം ഞാൻ പല സിനിമകളിൽ ഉഴപ്പൻ പയ്യൻ വേറൊരു സാധനം. അപ്പൊ ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലേക്ക് ജസ്റ്റിനിലേക്ക് നിവിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് അതെങ്ങനെയായിരുന്നു? കാരണം ഒരു
സോഷ്യൽ മീഡിയ മറ്റേ ഇത് മറ്റേ നിങ്ങളുടെ ഒന്നിച്ച് ഒരു ഫോട്ടോ ഈ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് വന്നപ്പോൾ മറ്റേ ജലം അതിന്റെ നാഥനെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഗിരീഷ് തന്നെ ഉപയോഗിക്കുന്ന മെറ്റാ ക്യാപ്ഷൻസും ഫണ്ണും ഇതിൽ വരുന്ന രീതിയിൽ നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ. എനിക്ക് പുള്ളി ഈ 1993 ഒക്കെ മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനും സുനിൽ അബ്രഹാമിന്റെ ഒരു പടം ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്ത് അരികിലൊരാൾ. അതിലാണ് പുള്ളി, ഞാൻ ശരിക്കും പുള്ളി ആക്ടിങ് വൈസ് ഞാൻ ഇങ്ങനെ നോട്ട് ചെയ്ത് തുടങ്ങുന്നത്. എനിക്ക് അതിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസ്. പിന്നെയാണെന്ന് തോന്നുന്നു 1993 ഒക്കെ വരുന്നത്. അപ്പൊ അത് ശരിക്കും നമ്മളെ നട്ടുപ്പയ്യൻ എന്നുള്ള ഒരു ആ സാധനം ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് ഈ താരത്തിനൊക്കെ അപ്പുറത്തേക്ക് പിന്നെ പ്രേമം വരുന്നു, അങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ടു. അപ്പൊ എന്തൊക്കെ വന്നാലും പുള്ളി ആ ഒരു റൂട്ടഡ് സംഭവം ഉണ്ട് പുള്ളി. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്നുള്ളത് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റിനെ ആലോചിക്കുമ്പോ പിന്നെ എനിക്ക് അറിയില്ല എനിക്ക് എങ്ങനെ റീച്ച് ചെയ്യണം അതൊന്നും എനിക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ടാണ് പിന്നെ പുള്ളി, അതായത് നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആക്ടർ വൈസ് നമ്മുടെ ബെസ്റ്റ് കൊളാബറേഷൻ ആയിട്ട് ആലോചിക്കുന്നത്. പക്ഷെ നമുക്ക് അന്നൊക്കെ ആക്സസിബിൾ അല്ലായിരുന്നു എന്നുള്ളതാണ് എന്റെ ചിന്ത. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് പടം കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് എല്ലാവരും ആക്സസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ എനിക്ക് എന്നെ തന്നെ എനിക്ക് ഭയങ്കര വിശ്വാസമില്ലാത്ത ഒരാളാണ് ഞാൻ. എപ്പോഴും വേണ്ട അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് ഉള്ള രീതിയിലാണ് ഞാൻ. പിന്നെ നമ്മുടെ കംഫർട്ട് ആയിരിക്കും, ഞാൻ പോയി എന്റെ കംഫർട്ടും പോവോന്ന് ചിന്തിക്കും. കംഫർട്ട് പോവായിരിക്കും എന്നൊക്കെ ഉള്ള ചിന്തകൾ ഉണ്ടാവും. ഇവരൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് ആ തണ്ണീർമത്തനിൽ കിട്ടിയ കംഫർട്ട്, കാരണം അത്രയും കംഫർട്ടിലാണ് ഞാൻ പടം എടുത്തു വന്നത്. അപ്പൊ ആ കംഫർട്ട് ഒന്ന് സ്ലൈറ്റ്ലി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോ ഒരു പ്രശ്നവും. പക്ഷെ ഇത് മാറുന്നുണ്ട് ഓരോ പടങ്ങളായിട്ട്. നമ്മളെ പക്ക ഒരു സിനിമ അങ്ങനെ തന്നെ പോവാനാണ് എനിക്ക് ആഗ്രഹം. പക്ഷെ ഇത് എന്നാലും ഒരു മിനിമം ലെവൽ ഓഫ് കംഫർട്ട് എന്തായാലും വേണമല്ലോ. അപ്പൊ പിന്നീടാണ് ഇപ്പൊ ഈ പ്രേമലൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്തായാലും ധൈര്യമായിട്ട് പുള്ളി എന്തായാലും കമ്മിറ്റ് ചെയ്യും, നമ്മുടെ ഒരു പരിപാടി സഹകരിക്കാൻ പുള്ളിക്ക് എന്തായാലും ഓക്കെ ആയിരിക്കും എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അതെ, ഈ പ്രേമലു 2ന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നതിന്റെ ഇടയിലാണെന്ന് തോന്നുന്നു പുള്ളി കണ്ടിട്ട് എനിക്കൊരു ഗട്ട് ഫീലിംഗ് കിട്ടിയായിരുന്നു. എനിക്ക് ഈ സംഭവം നീങ്ങി പോവാൻ സാധ്യത ഉണ്ടെന്നൊരു ഗട്ട് ഫീലിംഗ് കിട്ടിയായിരുന്നു. ആ സമയത്ത് ഞാൻ പോത്തനെ വിളിച്ച് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ട്. പോത്തേട്ടൻ പറഞ്ഞു അതൊക്കെ നീ ഓവർ തിങ്ക് ചെയ്യണം. ഞാൻ ഓവർ തിങ്ക് ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് ഞാൻ തോന്നാറുണ്ട്. ഞാൻ എന്തായാലും നിവിന്റെ അടുത്ത് പോയി മറ്റേ പറയാൻ പോവാണ്. ഓക്കെ നീ പറഞ്ഞു. അങ്ങനെ പുള്ളിയെ അതിന്റെ പിറ്റേ ദിവസവും എന്തോ പുള്ളിയെ പോയി കാണുന്നു. ജസ്റ്റ് അപ്പുള്ള അന്ന് സ്ക്രിപ്റ്റ് ആയിട്ടില്ല, ജസ്റ്റ് എന്റെ ഒരു വെർഷനേ ഉള്ളൂ. അന്ന് കിരൺ ജോഷി ജോയിൻ ചെയ്തില്ല. എന്റെ ഒരു വെർഷൻ ഉള്ളൂ. എന്റെ വെർഷൻ പറയുന്നു, പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നു. ഓക്കെ. അപ്പൊ അന്ന് ക്ലൈമാക്സ് ഒന്നും ഇല്ല, ക്ലൈമാക്സ് ഒക്കെ ഉണ്ടാക്കണം. ഞാന് ഇതിന്റെ മൂഡ് ഇതാണ്. പുള്ളിക്ക് ഇഷ്ടം അത് ചെയ്യാം നല്ലതാണ് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ പ്രേമലോട്ട് അതേപോലെ തന്നെ മാറിപ്പോകുന്നു. ജസ്റ്റ് ആ സമയത്താണ് കിരണിനെ വിളിക്കുന്നത്, നമുക്ക് ഒരുമിച്ച് എഴുതാം ഇത് പറഞ്ഞു. അങ്ങനെ ആണ് സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതി തുടങ്ങുന്നത് പരിപാടി. ഇതിൽ തന്നെ നമ്മള് ഗിരീഷിന്റെ ഓരോ പടം നോക്കിക്കഴിഞ്ഞാല് സിനിമയിൽ ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള പ്രപ്പോസൽ സീനാണ് ഉണ്ടാവുക. നമ്മള് ചിലപ്പോൾ സിനിമയുടെ പ്രപ്പോസൽ തന്നെ ആളുകൾ റിയൽ ലൈഫിൽ റീക്രിയേറ്റ് ചെയ്യാനൊക്കെ നോക്കും. കോഫി സ്പേസുകളിൽ അല്ലെങ്കിൽ മറ്റേ കടൽ തീരത്ത്, കുന്നിന്റെ പുറത്ത്. അതായത് സിനിമയിൽ ഹെവിലി സിനിമാറ്റിക് സംഗതിയാണ് പ്രപ്പോസൽ സീൻ. പക്ഷെ ഗിരീഷിന്റെ സിനിമയില് അത് മറ്റേ വിധം സാധാരണമായിട്ടുള്ള കുറെ പ്രപ്പോസൽ സീൻ. അതിപ്പോ നമ്മൾ ചിലപ്പോൾ ഫോട്ടോസ്റ്റാറ്റ് കടയുന്നതായിരിക്കും പെട്ടെന്ന്. അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത മൊമെന്റിൽ വേറൊരു സൗണ്ടിങ്ങിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പൊ ഇതിൽ ഭയങ്കരമായി ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു മൊമെന്റിൽ വരുന്ന സാധനം കാറിനകത്തുള്ളതാണ്. ഈ പറയുന്ന ഫോർഡ് ഐക്കണിനകത്തുള്ള. ഇന്ത്യയിൽ നിന്ന് മറ്റേ ഫോർഡ് പോയെങ്കിലും അതിനെ തിരിച്ചു കൊണ്ടുപോകുന്ന പോലത്തെ ഒരു സീനായിരുന്നു അത്. അപ്പൊ അതിലെ പ്രപ്പോസൽ സീൻ ഹെവിലി യുണീക്ക് ആയിരുന്നു. എന്നാൽ നമ്മളത് പിന്നീട് ആലോചിക്കുമ്പോൾ ജസ്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ജസ്റ്റിന്റെ സോൾമേറ്റ് ആയിട്ട് ജസ്റ്റിന് ഒരുപക്ഷെ ബാക്കി എല്ലാവരും ജസ്റ്റിനെ ടേക്ക് കെയർ ചെയ്യുമ്പോഴും ജസ്റ്റിന് ഏറ്റവും കംഫർട്ടബിൾ സ്പേസ് ആയിട്ട് മാറുന്ന ഒരു കാറിനെ ഒരു ക്യാരക്ടറായി വെക്കുന്നു. അവിടെ ഒരു പ്രപ്പോസൽ സീൻ വരുന്നു, അത് കണക്റ്റഡ് ആവുന്നു. ഇത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇമോഷണൽ സീക്വൻസിലേക്ക് സെയിം കാറിനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത്. വേറെ ആരെങ്കിലും ചെയ്താൽ കംപ്ലീറ്റ് പാളിപ്പോകാവുന്ന തോന്നാവുന്ന ഒരു 50 സീനെങ്കിലും കണ്ടെത്താവുന്ന സിനിമ. ഇത് റൈറ്റിങ്ങിൽ എവിടെ എടുത്തൊരു ഡിസിഷൻ ആയിരുന്നു? ഇതിൽ ഇങ്ങനെയാണ് അതിന്റെ പ്രപ്പോസൽ സീൻ, ഇമോഷണൽ സീക്വൻസ് അല്ലെങ്കിൽ കാറിന്റെ എൻട്രി ഒക്കെ? ഇത് റൈറ്റിങ് ഞങ്ങൾ ഇരുന്നപ്പോൾ ഉള്ള കിരണും ഞാനും കൂടി ഇരുന്നപ്പോൾ ഉള്ളൊരു
ഡിസിഷൻ തന്നെയായിരുന്നു ഇത് കാറിൽ വെക്കാന്നുള്ളത്. ഇത് അതാണ് എനിക്ക് ആ പോയിന്റ് കറക്റ്റ് ഓർമ്മ വരണില്ല. ഇപ്പൊ എല്ലാവരും ഞാനിപ്പോ അത് ഭയങ്കര യുണീക്ക് ആയിട്ടല്ല ഇതുവരെ കണ്ടായിരുന്നത്. ഗിരീഷ് എഴുത്തിൽ ആ ആ ഫ്ലോയിൽ വരുന്നതാണ്. ഇപ്പൊ പറയുമ്പോഴാണ് അത് ഇപ്പൊ ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് ആ സീൻ ഭയങ്കര രസമുണ്ട് എന്നുള്ള സാധനം. അല്ല ആ കാറ്, അതിന്റെ കളർ, ആ കാറിന് തന്നെ ഒരു യുണീക്ക്നെസ് ഉണ്ട്. ഞാൻ കാർ, അതായത് കാറിനെ ക്യാരക്ടറായി മാറുന്നത്. അതായത് നമ്മള് രണ്ടാമത് കാണുന്ന സമയത്തൊക്കെ ഈ കാർ ഒരു ക്യാരക്ടറാണല്ലോ. ജസ്റ്റിനൊപ്പം ആരാ ഉണ്ടായിരുന്നത്? വേറെ ജസ്റ്റിനൊപ്പം ഈ കാറാണ് ഒരു സോൾമേറ്റ് പോലെ. ഇതൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പൊ കാറൊരു കാറുണ്ട്. ഇത് എഴുതി കഴിയുമ്പോഴാണ് നമ്മൾ നോക്കുമ്പോ കുറെ സീനുകളിൽ ഈ കാറുണ്ട്. ഇതിപ്പോ നമ്മൾ ആദ്യമേ കാറ് നമുക്ക് കുറെ സീനുകളിൽ കൊണ്ടുവരണം, പ്രധാനപ്പെട്ട സംഗതികളിലൊക്കെ ഈ കാർ വെക്കണം എന്നുള്ള രീതി ഇതായിട്ടേ ഇല്ല. അത് ആ ഫ്ലോയില് വന്നതാണ്. പിന്നെയാണ് ഇതിപ്പോ അജ്മല് ഇത് വായിക്കുമ്പോഴാണ് അജ്മല് പറയുന്നത് ആ കാറ് കുറെ പരിപാടികളിൽ കാറിന്റെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ നമുക്ക് കാർ ഷൂട്ടിംഗ് പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോഴാണ് ഈ കാറിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ അജ്മലാണ് ഈ കാറിനെ, അജ്മൽ തന്നെയാണ് ഈ കാർ സെലക്ട് ചെയ്തത്. എനിക്ക് കാറിനെ കുറിച്ച് വലിയ വിവരമൊന്നുമില്ല. അപ്പൊ അജ്മലാണ് ഷൂട്ടിങ്ങിന് ഇത് ചെയ്യാനും അതിന് കുറച്ച് നല്ല രസത്തിൽ കിട്ടാനും ഒക്കെയുള്ള ഒരു സാധനം നിർദ്ദേശിക്കണം. എന്നാ കുറച്ച് പഴയതായിരിക്കും, കുറച്ച് പഴയതായിരിക്കും, ആ കളറ് ചൂസ് ചെയ്യുന്ന പരിപാടിയൊക്കെ അജ്മലാണ് ചെയ്യുന്നത്. ഈ എഴുതി വന്നപ്പോ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ കടൽ തീരത്ത് ഇതിനു വേണ്ടിയിട്ട് ഒരു സീൻ വയ്ക്കുമ്പോഴാണ് അത് ഭയങ്കര ഫ്ലാറ്റ് ആയി പോകുന്നത്. ഇപ്പൊ നമ്മള് കേട്ടിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പറയുന്ന ഇതുപോലത്തെ പ്രപ്പോസൽ, റിജക്ഷൻ പരിപാടികളൊക്കെ നടക്കുന്നത് വളരെ ഓക്വേർഡ് സ്ഥലങ്ങളിലും പരിപാടികളിലൊക്കെ ആയിരിക്കും. അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഓണാഘോഷം നടക്കണതിന്റെ ഇടയിൽ ഫോട്ടോസ്റ്റാറ്റ് മറ്റവന് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കല്യാണത്തിന് സദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എന്നൊക്കെ പറയുന്ന പോലത്തെ അതിന് കുറച്ചും കൂടി ഒരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര എൻഗേജിങ് ആയിരിക്കും, ആൾക്കാർക്ക് ബോറിംഗ് ആയിരിക്കും. കാരണം ഒരുപാട് സംഭവങ്ങൾ അതിന്റെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു തോട്ടുണ്ട്, ബോധപൂർവമായിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കണം പല പരിപാടികളും പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇപ്പൊ ഈ പിന്നെ ചില പാരലലി നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ ഗേൾസ് അവിടെ വെള്ളം അടിക്കുന്നു, പാരലലി ഇവര് ഇവിടെ എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ കുറെ എന്റെ എല്ലാ പടത്തിലും ഉണ്ടാവാറുണ്ട്. ചില എന്താ ആ സീനിന്റെ പ്രത്യേകത, ആ സീനിന്റെ ഫംഗ്ഷൻ ഒക്കെ എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല. ഒരു തിരക്കഥാ ശാസ്ത്രപ്രകാരം എനിക്കറിയാൻ പാടില്ല. നമ്മളാ വൈബ് ഉണ്ടാക്ക. ഇപ്പൊ ശ്യാമേട്ടൻ പറഞ്ഞ പോലെ ഇത് ശ്യാമേട്ടൻ ഇന്നലെ പറഞ്ഞതാണ്, ഇങ്ങനെ ഇപ്പൊ ഇറച്ചി ബീഫ് വാങ്ങുമ്പോ ഫാറ്റും കൂടി വേണം. എന്നിട്ട് ഫാറ്റ് നമ്മൾ നോക്കുമ്പോ മറ്റേ ആരോഗ്യശാസ്ത്രപരമായ ഫാറ്റ് കൊള്ളില്ല, പ്രോട്ടീൻ മാത്രം മതി. പക്ഷെ ഇത് ഫാറ്റും കൂടി ഉണ്ടായാലേ ഇറച്ചിയാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ അതാ മൊത്തത്തിലുള്ള ഫീലിന് ഇതൊക്കെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഇത് ഏറ്റവും ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നാൽ ഒരു സിനിമയിൽ വെക്കാമോ എന്ന് ആളുകൾ ഡൗട്ട് അടിക്കുന്ന സീനാണ് ഈ സ്റ്റിയറിംഗ് ചേഞ്ചിന്റെ അടുത്തുള്ള ഇമോഷൻസ്. എന്ന് വെച്ചാൽ ആ സമയത്ത് അതായത് അയാൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ മനുഷ്യരല്ലേ ഞാൻ സംസാരിച്ചു നോക്കാവുന്നുള്ള ഡയലോഗ് എന്ന് വെച്ചാൽ അവിടെ ജസ്റ്റിനെ അങ്ങ് വിട്ടുകൊടുക്കണം. എന്താണ് ജസ്റ്റ് എന്ന് പറയുന്നുണ്ട്, അയാൾ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ഉണ്ട്, എന്നാൽ അയാൾ പിടികൊടുക്കാതിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഭയങ്കര അടിപൊളി സീനായിരുന്നു. ആ സീനൊക്കെ ഭയങ്കര എളുപ്പത്തിൽ ഷൂട്ട് ചെയ്തെടുക്കാവുന്ന സാധനമായിരുന്നു. എങ്ങനെയായിരുന്നു അതൊക്കെ? ഒരു സീനും എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അതിന്റെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുള്ള കേസിലാണ് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ പുള്ളി കരയണം എന്നാണ് സ്ക്രിപ്റ്റിലുള്ളത്. പുള്ളി കരയുന്നു എന്നുള്ളതാണ്. ഈ കരച്ചിൽ ഇത് എങ്ങനെ കരയുന്നത്, ഇത് എങ്ങനെ വാവിട്ട് കരയുന്നു, അങ്ങനെ പല കരച്ചിലുകളും ഉണ്ട്. പിന്നെ പ്രേമത്തിലൊരു കരച്ചിൽ കണ്ടതാണ്, പല കരച്ചിലുകൾ കണ്ടതാണ്. സിനിമ കരച്ചിൽ കരയാം. അപ്പൊ ഇത് എന്താണെന്നുള്ളത് എനിക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്, ചേട്ടൻ ഇങ്ങനെ തന്നെ കരയണമെന്ന് പറഞ്ഞില്ല, ചേട്ടൻ കരയണം. പുള്ളി ചേട്ടാ കരഞ്ഞാ പോരെ, ജസ്റ്റ് കരഞ്ഞാ പോരെ, അപ്പൊ ചേട്ടൻ കരയി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു പുള്ളി ഒരു സാധനം ഇട്ടു, കരഞ്ഞു. അപ്പോ ഓക്കെയാണ്. അപ്പൊ എനിക്ക് ഓക്കെയാണ്. കാരണം പിന്നെ അത് വേറൊരു രീതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇതാവും എന്നുള്ളത്. അപ്പൊ അന്നേരത്ത് നമുക്കൊന്നും തോന്നണില്ല കേട്ടോ. സീൻ എടുത്തു കഴിയുന്നു, ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഈ സാധനം എഡിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വെറുതെ വലിച്ചിട്ട് സാധനം നോക്കി കഴിയുമ്പോ ആ എഡിറ്റും അത് അങ്ങനെയൊക്കെയാണ് ഫ്രെയിം വെച്ചങ്ങനെ ഇവരെ രണ്ടുപേരെ ഐസൊലേറ്റ് ഒക്കെ അത് നല്ല രസമായിട്ട് അവൻ വച്ചിട്ടൊക്കെ. അപ്പൊ അത് കാണുമ്പോ ഭയങ്കര പുള്ളിയുടെ കരച്ചിലും ഭയങ്കര ഫീൽ വന്നു. പുള്ളിയോട് ഭയങ്കരമായിട്ട് നമുക്കങ്ങ്
സിമ്പതൈസ് കരയാതെ കരഞ്ഞു എന്നുള്ളത് അങ്ങനത്തെ ഒരു പരിപാടി. അത് അതങ്ങനെ അത് ഈ പറഞ്ഞ പോലെ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം കിടക്കുന്നത്. ഇതിന്റെ ഫീലൊക്കെ പിന്നീടാണ്, ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പറ്റുന്നത് പിന്നീടാണ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് ചില കോമഡികളൊക്കെ ചിലപ്പോ നമുക്ക് മനസ്സിലാവും, ഇത് വർക്കാവും എന്നുള്ളൊരു സാധനമൊക്കെ ഇതാവും. ഇതിന്റെ ഫീൽ എങ്ങനെയാണ്, കാരണം ഇത് ഒരു ഷോട്ട് ഇന്ന് എടുത്തിട്ട് ഇതിന്റെ ബാക്കി എടുക്കണത് അടുത്ത ദിവസമായിരിക്കും എന്നൊക്കെയുള്ള സംഭവങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഒരിക്കലും അറിയാനൊന്നും പറ്റൂല ഈ സംഭവം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എല്ലാ സീനുകളും എടുക്കുന്ന പോലെ ഉള്ളൊരു രീതിയിലാണ് എടുത്തത്. ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ പ്രപ്പോസൽ സീൻ പറഞ്ഞില്ലേ, അതെനിക്ക് ഭയങ്കര സംശയം വരുന്നത് വർക്കാവുന്നു. കാരണം ഈ ഷോട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, മാറ്റുന്നു, എനിക്കിത് എന്ത് ചെയ്തിട്ടും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈ ആവുന്നില്ല, എന്താ പ്രശ്നം എന്നുള്ളത്. എന്നിട്ട് ഞാൻ മമിതയെ വിളിച്ചു പറഞ്ഞു, എനിക്ക് മമിതയുടെ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കിയാലോ എന്നൊക്കെ തോന്നിയിരുന്നു. അതുവരെ ഇല്ലാത്ത രീതിയിൽ ആഷ്ലി ഒന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന സീൻ കൂടിയാണ്. അതെ അതെ അതെ, ഡോമിനേറ്റ് ചെയ്യുന്നു, ടോൺ മാറുന്നു എന്നൊക്കെയുള്ള സംഭവം. എന്നിട്ട് ഞാൻ മമിതയെ വിളിച്ചു പറഞ്ഞു, എടി ഇത് ചിലപ്പോ റീഷൂട്ട് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇത് ആകാശിന് അയച്ചു കൊടുത്തു, ആകാശ്. എന്നിട്ട് ആകാശ് എഡിറ്റ് ചെയ്ത് അയച്ച് തന്നപ്പോഴാണ് ഓക്കെയാണ് പരിപാടി, ഓക്കെയാണ്. എന്തോ എനിക്ക് തോന്നണ, എനിക്ക് അതിൽ 2 ഡയലോഗ്, ആദ്യത്തെ 2 ഡയലോഗ് എടുത്ത് കളഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. ഇത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചു. സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നത് വെട്ടിയിട്ട് ഇവിടെ തുടങ്ങി മതി എന്നുള്ളത്. എനിക്ക് ആ ഡയലോഗ് പോയതിന്റെ ഒരു പ്രശ്നം, വിഷമല്ല, ഇത് അത് ഫങ്ഷൻ ചെയ്യുന്നില്ല, ഫങ്ഷൻ ചെയ്യായ്മ പോലെ തോന്നി എനിക്ക്. ആ ഡയലോഗ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരുന്നേനെ എന്നൊക്കെ തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് എഡിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. അപ്പൊ അത് തന്നെ വിളിച്ചു പറഞ്ഞു, റീഷൂട്ട് വേണ്ട ഓക്കെ ആണെന്നുള്ളത്. ഇപ്പൊ തണ്ണീർമത്തൻ മുതൽ ഇപ്പം ബത്ലഹേം കുടുംബ യൂണിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗിരീഷിന്റെ കഥാപാത്രങ്ങള്, കഥാപരിസരം, പശ്ചാത്തലം, അവിടെ ശരിക്കും ഇപ്പം ജസ്റ്റിന്റെ കഥയിലൂടെയാണ് പറയുന്നത്. പക്ഷെ അത്ര തന്നെ റിലവൻ്റ് ആയി, അത്ര തന്നെ കണക്റ്റഡ് ആയിട്ട് മൊറേലി സിസ്റ്റേഴ്സ് ഉണ്ട് അവിടെ. പിന്നെ ബൈജു എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, ഗ്ലിക്സൻ, നമ്മൾ അതായത് എല്ലാവരും ആ ക്യാമറയിൽ പതിഞ്ഞവരെല്ലാം നമുക്ക് ഓർത്ത് വെക്കാവുന്ന അവരുടെ ലൈഫ്. നമ്മൾ സ്പിൻ ഓഫ് ആലോചിച്ച് കഴിഞ്ഞാൽ എത്രമാത്രം സ്പിൻ ഓഫ് ആണെന്ന് ചിന്തിക്കാവുന്നത് ഓരോ ക്യാരക്ടർ. ഇപ്പൊ സോനാര എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പടത്തിന്റെ ടേക്ക് അവേ ആയി പിന്നെ മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ പടം എടുക്കുമ്പോഴും മറ്റേ ഓരോ ആൾക്കും തണ്ണീർമത്തം മുതൽ ഇങ്ങോട്ട് നോക്കി ഓരോ പടം നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ ലോകത്തിന് ഭയങ്കര വിസിബിലിറ്റി കൊടുക്കുകയായിരുന്നു. അവരൊരു പാസിംഗ് ഷോട്ടിൽ വന്നു പോകുന്നവരല്ല, എന്തെങ്കിലും ഒരു പർപ്പസിന് വേണ്ടി നായകനോ നായികയോ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലോ ഒരു സിനിമയുടെ പോക്കിന് വേണ്ടിയിട്ട് കണക്റ്റഡ് ആവുന്നവരല്ല. പക്ഷെ ഇവർക്കൊക്കെ ഭയങ്കര ലൈഫ് കൊടുക്കുകയാണ്. ഇത് ഭയങ്കര സാധാരണ രീതിയിലാണ് പ്ലേസ് ചെയ്യുന്നത്, പക്ഷെ നമുക്കത് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ്. ഇപ്പം ആഷ്ലിയുടെ അച്ഛന്റെ ക്യാരക്ടറിനെ നമുക്ക് റിലേറ്റ് ചെയ്യാം, അയാളുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്യാം, അയാൾ എന്താണ് കുടുംബത്തിൽ വരുത്തി വെച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ വിനയുടെ ക്യാരക്ടർ വെച്ചാൽ ഭയങ്കര ഗംഭീരമായിട്ട് ആ ട്രാക്കിലൂടെ പോകുന്നതാണ്. നമുക്കത് നാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന ഒരാളാണെന്ന് മനസ്സിലാക്കാം. ഒരു കാലത്ത് സത്യനന്ദിക്കാട് സിനിമകളിലായിരുന്നു നമ്മൾ അങ്ങനെ കണ്ടത്. അത് ആക്ടേഴ്സ് പോയി അഭിനയിക്കുകയല്ല, അവരെ മറ്റേ പാടത്തുനിന്നോ പറമ്പത്തുനിന്നോ റോഡിൽ നിന്നോ പശുവിനെ മേയ്ക്കെടുത്തുനിന്നോ പിടിച്ചോണ്ട് വന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു സമയത്ത് പിന്നെ വന്നത് അത്ര ആക്ടേഴ്സിനെ കിട്ടുന്നില്ല എന്നുള്ളായിരുന്നു. ഗിരീഷ് ആ ഗ്യാപ്പ് ഇത് ഫില്ല് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. ആക്ടേഴ്സ് ഗിരീഷ് ആരെ കൊണ്ടുവന്നാൽ അത് കൺവിൻസിങ് ആണ്, ബിലീവബിൾ ആണ്, എന്നാൽ ഭയങ്കര റിയലിസ്റ്റിക്കുമാണ്. അത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഒരു ഫാമിലി, നമ്മളെല്ലാ സിനിമകളിലും ഫാമിലി കാണും. അതെ. അപ്പൊ എനിക്ക് പല സിനിമകളും കാണുമ്പോൾ തോന്നുന്നത് ഇത് വാടകയ്ക്ക് എടുത്ത അച്ഛനും അമ്മയാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാനും കിരണമൊക്കെ ചെയ്ത സിനിമകൾ കാണും, അതെ വാടക അച്ഛൻ വന്ന്. അപ്പൊ നമ്മള് സിനിമ ചെയ്യുമ്പോ ഈ വാടക അച്ഛനും അമ്മയും അല്ലെങ്കിൽ വാടക കൂട്ടുകാരും മാറിയിട്ട് ശരിക്കും കൂട്ടുകാരാണെന്ന് സിനിമയ്ക്ക് വേണ്ടിട്ട് മാത്രം വെച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് വന്നു, ഡയലോഗ് പറയുന്നു, പോകുന്നു. അതെ, അങ്ങനത്തെ ഒരു ഇവരായിട്ടൊരു കണക്ഷനോ ലുക്കില് നമുക്ക് അങ്ങനെ പിടിക്കാനൊന്നും പറ്റില്ല. പക്ഷെ നമുക്ക് ഫീൽ ചെയ്യണം ഒരു ഫാമിലിയാണ് എന്നുള്ളൊരു സാധനം. അത് നമ്മൾ ആദ്യത്തെ സിനിമ തുടങ്ങി എനിക്ക് അതില് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാ. ഇപ്പൊ ജയ്സന്റെ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ അതൊരു ഫാമിലി ആയിട്ട് തോന്നും. അപ്പൊ അത് അങ്ങനെ തന്നെ. ഇപ്പൊ കൂട്ടുകാരെ കണ്ടു കഴിഞ്ഞാൽ തെറിവിളികൾ, പ്രശ്നങ്ങൾ, അതിന്റെ ആ ബ്രോക്കൺ ഫാക്ടർ ഒക്കെ അതേപടി എടുത്തു വെക്കും അല്ലേ? അതെ, ഭയങ്കര എല്ലാത്തിന്റെയും ഇപ്പൊ പറഞ്ഞു ഭയങ്കര നന്മ, അങ്ങനെ ഫാമിലി അല്ല, ഭയങ്കര ഇതുമല്ല. എല്ലാവരുടെ ഫാമിലിയും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ, പ്രശ്നങ്ങളുണ്ടാവും, എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ആ ഡൈനാമിക്സ് അത് തന്നെ ഇപ്പൊ കൂട്ടുകാരിലേക്ക് വരുമ്പോ കൊടുക്കാനും നമ്മൾ ശ്രമിക്കും, നമ്മുടെ കൂട്ടുകാരെ പോലെ തോന്നണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതങ്ങനെ
അങ്ങനെ തന്നെ ആവണം, ഓരോ ക്യാരക്ടേഴ്സും അങ്ങനെ തന്നെ ആവണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ സിസ്റ്റേഴ്സ് ഒക്കെ നമ്മളൊക്കെ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇവരെയൊക്കെ, പറഞ്ഞ പോലെ നമ്മുടെ തൊട്ടടുത്തും അല്ലെങ്കിൽ നമ്മുടെ തന്നെ കസിൻസ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ചെയ്യാൻ നോക്കണതാണത്. റോംകോമില് ഒരു നമ്മളിപ്പോഴും പറയല്ലേ, ഇപ്പം നിവിനോട് ഞാൻ സംസാരിച്ചു, ഇപ്പം റോംകോം ആളുകൾ കരുതുന്നത് ഏറ്റവും കംഫർട്ട് സോൺ ആണ്. ഇപ്പൊ ഗിരീഷ് എന്ന് പറഞ്ഞാൽ ഗിരീഷ് സേഫ് സോൺ പടം എടുക്കുന്നതായിരിക്കും പുറത്ത് പറയാം. പക്ഷെ പുറമേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും റിസ്കി സോണിൽ പടം എടുക്കുന്നതാണ് റോംകോം. ആർക്കും ധൈര്യമില്ല. റോംകോം എന്ന് പറഞ്ഞാൽ കൈവിട്ടാൽ പിന്നെ ആ വർഷത്തെ ഏറ്റവും വലിയ ഫ്ലോപ്പ് പടമായി മാറുന്ന സാധനമായിരിക്കും. അപ്പോൾ നിവിൻ വരുമ്പോഴും അങ്ങനെയാണ്. നിവിൻ എന്ന് പറഞ്ഞാൽ റോംകോം, നിങ്ങൾക്ക് രണ്ടുപേരും അതിന്റെ ഒരു മാസ്റ്ററി വർക്ക് ചെയ്യുന്ന പോലെ തോന്നുന്നു നിങ്ങളുടെ കോമ്പിനേഷൻ വരുമ്പോൾ. ഇപ്പം റോംകോമിൽ നിവിന്റെ ഭയങ്കര ഇംപ്രിന്റ് ഉള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഗിരീഷ് ആണെങ്കിലും ചെയ്തു വെച്ച എല്ലാത്തിലും നായകനപ്പുറത്ത് എല്ലാ ക്യാരക്ടറും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് പിന്നെ അതിനെക്കുറിച്ച് തന്നെ ഡിസ്കഷൻസ് വന്നിട്ടുള്ളതാണ്. ആ ഒരു കൊളാബറേഷൻ എങ്ങനെയായിരുന്നു? റോംകോമിൽ നിവിനെ ആ സ്പേസ് കിട്ടുന്നു, ഇപ്പുറത്തെ ഗിരീഷിന്റേതായ ഒരു ടീമും പരിപാടിയും വരുന്നു എന്നുള്ളത്. പറഞ്ഞ പോലെ പുള്ളി ഭയങ്കര അതിലോട്ട് വരാൻ ഭയങ്കര വില്ലിങ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രം സംഭവിച്ച ഒരു പരിപാടിയാണ്. അതായത് പുള്ളി പറഞ്ഞ പോലെ പുള്ളിയുടെ സോണാണിത്, പുള്ളിക്ക് അറിയാം. ഇപ്പൊ ഈ പറഞ്ഞ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് അനാവശ്യമായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ചെയ്ത് പുള്ളി ഒന്ന് ഡൗൺ ആയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വന്നൊരു വിവേകം എന്ന് പറഞ്ഞ പോലെ പുള്ളി ഇനി നമ്മുടെ തട്ടകത്തില് കളിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഇത് ആൾക്കാർ ഇതിനെ ഭയങ്കര ഈ സേഫ് സോൺ പൊട്ടിക്കുന്നത് എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെയാണ് പറയുന്നത്. സ്ട്രോങ് സോൺ ആണ്, സേഫ് ഒന്നുമില്ല. ഇപ്പൊ പ്രേമലുവിന്റെ കേസ് പറഞ്ഞ ഇതൊക്കെ ഷൂട്ടിങ്ങിനും ബാക്കിയുള്ളതിൽ മാത്രമേ സേഫ് ഉള്ളൂ. ഇത് കച്ചവടത്തിൽ യാതൊരു സേഫ് ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടം സീറോ പ്രീ ബിസിനസ്സിലാണ് പടം ഇറക്കുന്നത്. കണ്ടിട്ടാണല്ലോ ഇതിന്റെ സീറോ പ്രീ ബിസിനസ്സിൽ എന്തെങ്കിലും വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൊണ്ടാണ് പ്രേമലു ബാക്കി എല്ലാ പടങ്ങളും ആ ഒരു റിസ്കിൽ നിന്നിട്ടാണ് ചെയ്തത്. ഞാനിപ്പോ ഇങ്ങനെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇത്രയും എന്റെ ആദ്യം പറഞ്ഞ പടം കഴിഞ്ഞപ്പോ തുടങ്ങി എനിക്ക് എന്നോട് ഇങ്ങോട്ട് ഇൻഡസ്ട്രിയിലുള്ള പല ആൾക്കാരും ഇങ്ങോട്ട് ഇത് പടം ചെയ്യാൻ താല്പര്യമുണ്ട്, ചെയ്യാൻ എന്ന് വെച്ചാൽ ആക്ടേഴ്സ്. അപ്പോഴും ഞാൻ എന്തിനാണത് ഒക്കെ ചെയ്ത് അല്ല അതുകൊണ്ടും ഇതൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ഞാൻ ചിലപ്പോ ആലോചിക്കും, ഞാൻ എന്തോ കൈവിട്ട കളിയാണ് ഇത്രയും നാൾ കളിച്ചിരുന്നതെന്ന് തോന്നും. അതിനെ കുറിച്ചൊന്നും സീരിയസ് ആയിട്ട് ചിന്തിക്കാത്തത്. അതങ്ങനെ നിവിൻ ചേട്ടൻ അങ്ങനെ ഒരു നിവിൻ ചേട്ടന്റെ സേഫ് സോണിലേക്ക് തിരിച്ചു വരാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സർവമായ അടിക്കുന്നത്. സർവമായ അടിച്ചപ്പോ പുള്ളിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം അതുപോലത്തെ പരിപാടികൾ ഇതാണ് ചെയ്യേണ്ടത് പ്രേക്ഷകർ പറയുന്നത് പോലെ. അപ്പോ അത് നമുക്കും ഭയങ്കര കോൺഫിഡൻസ് ആയി. സർവമായ അടിക്കുന്നു, അതിന് തൊട്ടാണ് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതും പരിപാടികളൊക്കെ. ഇപ്പൊ ഈ കോളേജിലേക്ക് വരുന്ന സീൻ നോക്കിക്കഴിഞ്ഞാല് അവിടെ ഗിറ്റാറുമായിട്ട് വരുന്നു, സെയിം സ്ഥലത്താണ്. അവിടെ ജസ്റ്റിൻ ആഷ്ലി റിലേഷൻഷിപ്പിന്റെ സീക്വൻസ് ഉണ്ട്, ഇപ്പുറത്ത് സംഗീതം സായുജ്യ ആ ഫാക്ടർ അവിടെ കിടക്കുന്നു, ഇപ്പുറത്ത് ഗ്ലിക്സന്റെ എൻട്രിയിലുണ്ട്. അപ്പൊ ഒരു 4 ട്രാക്കിന്റെ റിലേഷൻഷിപ്പ്, അതിന്റെ പ്രപ്പോസൽ ടു റിലേഷൻഷിപ്പിലേക്കുള്ള ഒരു 4 ട്രാക്ക് ഉണ്ട്. അവിടെ നിന്ന് ഒരു ആക്ഷൻ സീക്വൻസ് മേജർ, ആ പടത്തിന്റെ ഒരു ചങ്ക ആക്ഷൻ സീക്വൻസ് വരുന്നത് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഏറ്റവും എപ്പിസോഡിക് ആയിട്ടുള്ള വെൽ ക്രാഫ്റ്റഡ് സീനുകളിൽ ഒന്നാണിത്. കാരണം ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള പല പരിപാടികൾ ഒന്നിച്ച് നടക്കുന്നു, എന്നാലും ഇതെല്ലാം പാർട്ട് ഓഫ് ഒരു സിംഗിൾ എപ്പിസോഡാണ്. സിനിമയുടെ ഒരു ട്വിസ്റ്റ് പോയിന്റ് ആയിട്ട് വരുന്ന ഒരു സാധനമാണ് ഇത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഗിരീഷ് ഇതിന്റെ മൈനർ ട്രാക്കുകൾ ചെയ്തിട്ടുണ്ട്, ഏതെങ്കിലും ഒരു ഹാപ്പനിങ്ങിന്റെ പുറത്ത് നിന്ന് നടക്കുന്ന. ഇപ്പൊ പ്രേമലുവിലാണെങ്കിൽ മറ്റേ അപ്പൂപ്പന്റെ തെലുങ്കപ്പൂപ്പന്റെ ട്രാക്കിൽ പാരലൽ ഇത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും ഒരു ഹെവി കൊറിയോഗ്രാഫഡ് സാധനം ഇതിലാ വരുന്നത്. അത് ഏറ്റവും ആദ്യത്തെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നു, ഈ എപ്പിസോഡ് ഉണ്ടായിരുന്നു, കോളേജ് എപ്പിസോഡ്. കാരണം ഇവള് കോളേജിൽ പഠിക്കുകയാണ്. അതെ, കോളേജിൽ ഒരു സീൻ പോകുന്ന മാത്രമല്ലേ ആദ്യം കാണിച്ചിട്ടുള്ളൂ അല്ലെ? കോളേജിലേക്ക് പോകുന്ന ഒരു സീൻ മാത്രമേ ഗേറ്റ് വരെ. കോളേജിൽ എന്തെങ്കിലും ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. സെക്കൻഡ് ഹാഫിലൊക്കെ അങ്ങനത്തെ ഒരു പരിപാടി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പൊ എന്തെങ്കിലും ആർട്സ് ഫെസ്റ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പരിപാടി നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അത് അങ്ങനെ കോളേജ് അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ഇതായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കോളേജിലൊരു സംഭവം എപ്പിസോഡ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ഇത് കഴിഞ്ഞ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പല പല സാധനങ്ങൾ വരുമ്പോ അതിനൊരു രസം ഉണ്ടാവും, നമുക്ക് ഇന്റർകട്ട് ചെയ്യാം.
അതിനൊരു കുറച്ചുകൂടി ബിഗറായിട്ട് തോന്നിപ്പിക്കും. സിനിമയുടെ കുറച്ചുകൂടി വലിയ എലവേറ്റ് ചെയ്തുള്ള സീനും അതാണ്. ഇങ്ങനെ എന്തൊക്കെയോ കുറെ കണ്ടെന്നുള്ള, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് സിനിമ കാണുമ്പോൾ ഞാൻ അങ്ങനെയുള്ള സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. നമ്മളെ കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് കണ്ടന്റ് കാണിച്ചെന്നുള്ള ഒരു സംഭവം ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്റെ അങ്ങനെ അല്ലാത്ത ഒരു പടം കാതലനായിരിക്കും തോന്നുന്നു. സ്ട്രൈറ്റ് ബാക്കി എല്ലാത്തിലും ഇങ്ങനെ ആൾക്കാർക്ക് ഇത് ഓർത്തെടുക്കാൻ ചിലപ്പോ ചില പർട്ടിക്കുലർ സീനുകൾ ഓർമ്മ ഉണ്ടാവും, ഈ സീക്വൻസ് ഓർത്തെടുക്കാൻ പ്രയാസമായിരിക്കും. അപ്പൊ ഇവര് രണ്ടാമതും, എനിക്ക് അങ്ങനെയുള്ള സിനിമകൾ രണ്ടാമതും കാണാൻ തോന്നും. എവിടെയൊക്കെ ചിരിച്ചല്ലോ, അതൊക്കെ മറന്നുപോയി, അതെ. പിന്നെയും ഒന്നും കൂടി പോവാൻ എനിക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട്. ഇപ്പൊ പാട്ട് സീൻ ചെയ്യുമ്പോൾ തന്നെ, ഇപ്പൊ നമ്മള് ഒരു കൺവെൻഷനും പാട്ട് സീനാണെങ്കിൽ പാട്ടിടും, കുറച്ച് ഫുട്ടേജ് ഉണ്ടാവുള്ളൂ അതിൽ, എല്ലാം സ്ലോ മോഷനിൽ കാണിച്ച് അവർക്ക് 4 മിനിറ്റ് പാട്ട്. ഞങ്ങള് ഒരു 4 മിനിറ്റ് പാട്ടെടുക്കാനുള്ള പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 സീനായിരിക്കും. ഹാപ്പനിങ്സ് കൂടിയാണ് അല്ലേ? അതായത് മൾട്ടിപ്പിൾ എപ്പിസോഡ് അതിനകത്തോടെ ഒരു പാട്ട്. ഈ ലൊക്കേഷനുകൾ മാറി ഇത് മറ്റേ സ്ലോ മോഷൻ യൂസ് ചെയ്യാറില്ല പാട്ടുകളിൽ, വളരെ റെയറായിട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത് ഈ 4 മിനിറ്റ് ഒരു പാട്ട് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെറ്റ് ചെയ്യുന്ന ഒരു ഫീല് വേറെയാണ്. നമ്മളൊരു പ്ലെയിൻ ആയിട്ടൊരു ലവ് സോങ് ഇങ്ങനെ ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നോട്ടം അങ്ങനെയൊക്കെയുള്ള മൊമെന്റ്സ് ഇങ്ങനെ കണ്ടുപോകുന്നതിനേക്കാളും നല്ലതായിരിക്കും കുറച്ചും കൂടിയും ലൈവായിട്ടുള്ള. ഇപ്പൊ ഇതില് ഉണ്ടല്ലോ, ഇവര് റൊമാൻസിലായി കഴിഞ്ഞതിന് ശേഷം ഒരു ഇത് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഞങ്ങളപ്പോ ആദ്യം പ്ലാൻ ചെയ്തിരുന്നത് ഇവരിൽ മാത്രം നിന്നിട്ടുള്ള ഒരു പരിപാടി. പിന്നെ സെക്കൻഡ് ഹാഫിൽ അത് ഭയങ്കര ബോറിംഗ് ആയിരിക്കും. അതായത് ഇവര് കറങ്ങാൻ പോകുന്നു, ഇവര് ചായ കുടിക്കാൻ പോകുന്നു, അത് അങ്ങനത്തെ ഒരു കൺവെൻഷണൽ പാട്ട് വന്നു കഴിഞ്ഞാൽ ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ച് ആദ്യത്തെ തോട്ടിൽ തന്നെ അതെടുത്ത് തൂക്കിയിട്ട് വേണ്ട, ഇവരുടെ അറൗണ്ട് എന്തൊക്കെയോ ഹാപ്പൻ ചെയ്യണ്, അതിന്റെ ഇടയിൽ ഇവര് വന്നാൽ മതി. അങ്ങനെയാണ് ആ പള്ളി പോണതിന്റെ ഇടയിൽ ഇവര് ലിഫ്റ്റ് കൊടുക്കുന്നു, ഇങ്ങനെ ആകെ ഓക്കേടാവുന്നു എന്നൊക്കെ ഉള്ള സാധനങ്ങൾ വരുന്നു. അതിന്റെ ഇടയിൽ ഇയാൾ ഡബ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയുള്ള പരിപാടികൾ ഇവര് കോൾ ചെയ്യുന്നു, അങ്ങനെയൊക്കെ ഉള്ളത് കയറ്റി അങ്ങനെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അതിന്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ ആ ഷോർട്ട് ഫിലിം ഇതിന്റെയൊക്കെ തുടർച്ചയുണ്ടല്ലോ. ഇതിന് ബാക്കി എന്തായി, അവിടെ അതിനുശേഷം എന്ത് സംഭവിച്ചു, ഗ്ലിക്സന്റെ സ്റ്റോറിയുടെ ബാക്കിയുണ്ട്, ഓരോന്നിന്റെയും തുടർച്ചയുണ്ടല്ലോ. അതൊരു ആ ഒരു ഫ്ലോ കട്ട് ചെയ്തിട്ടല്ല ഇവരിലേക്ക് പോകും. അത് ചിലപ്പോ ഇവരിലേക്ക് മാത്രം ഇങ്ങനെ കുറെ നേരം പോയി കഴിഞ്ഞാലും അത് ആൾക്കാർക്ക് അത് പെട്ടെന്ന് എന്തോ ഒരു വലിയൊരു ഇതിന്ന് പെട്ടെന്ന് ഇതിലേക്ക് ഒന്ന് ചുരുങ്ങിയ പോലെയൊക്കെ ഫീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് ഈ കോളേജ് എപ്പിസോഡിലേക്കൊക്കെ ഇവരെ ഇൻക്ലൂഡ് ചെയ്യാൻ ഒക്കെ ഇപ്പൊ സംഗീതനെയും ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യണതും പരിപാടികളാണ്. പിന്നെ ഇപ്പൊ ഞാൻ അത് പടം കണ്ടപ്പോഴും തോന്നി, ഇതില് ഇപ്പൊ ഒരുപാട് ഈ പറഞ്ഞ സ്പൂഫ് മെറ്റാ റെഫറൻസ് ഉണ്ട്. അത് ഗിരീഷ് നേരത്തെയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗിരീഷ് ഇതുവരെ ചെയ്ത പടങ്ങളിൽ ആളുകൾക്ക് പകുതി കണ്ടുപിടിച്ചു, ഇനിയും കണ്ടുപിടിക്കാനുണ്ടെന്ന് തോന്നുന്ന വിധത്തിലുള്ള നമ്പേഴ്സ് ഉള്ളത് ഇവിടെയാണ്. ഇപ്പം അവിടെ തല റെഫറൻസ് ഉണ്ട്, വിജയ് ഫാക്ടർ ഉണ്ട്, തുടരിൽ മറ്റേ ജമ്മുണ്ട്, നമ്മളെ ഹീറോയിൽ കണ്ട അയ്യപ്പ, മറ്റേ തലവാസൽ വിജയ്, ത്യാഗരാജ മാസ്റ്ററിന്റെ റെഫറൻസിൽ വന്ന ആ സീനുണ്ട്, മറ്റേ ചാർജായി ഉണ്ട്. അപ്പൊ അതായത് പല ഇപ്പൊ നമ്മൾ ഫേസ്ബുക്കില് സിനിമാ ഗ്രൂപ്പുകളും ഫൺ ഗ്രൂപ്പുകളും മീമൊക്കെ ആക്റ്റീവ് ആകുമ്പോൾ കിട്ടിയ സാധനങ്ങൾ മുതൽ ഇപ്പോ ഇൻസ്റ്റാ ക്രൗഡിലുള്ളതും വാട്സപ്പിലുള്ളത് കുറെ റെഫറൻസുകളുടെ ഒരു മിക്സ്ചർ ഉണ്ടല്ലോ. ഇത് പ്രോപ്പർ പ്ലേസ് ചെയ്ത് ഇപ്പൊ ആരോ ഇന്നലെ എഴുതിയത് കണ്ടു, ഫുൾജാർ സോടെ വന്നപ്പോ തന്നെ ഔട്ടായ സാധനം. അത് സിനിമയിലെത്തിയിട്ട് ആളുകളെ മൊത്തം ചിരിപ്പിക്കണമെങ്കിൽ അതിലൊരു എഫേർട്ട് ഉണ്ട് എന്നുള്ളത്. സ്റ്റിൽ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഇപ്പൊ റീലിലേക്ക് സ്വിച്ച് ചെയ്തെങ്കിലും ഇപ്പൊ ഷോർട്ട് ഫിലിം വലിയ ഡിസ്കഷൻ ഏരിയ അല്ല. പക്ഷെ ഒരു ഷോർട്ട് ഫിലിം മേക്കിങ്ങിന്റെ ഫൺ ഇപ്പോഴും തിയേറ്ററിൽ വർക്ക് ആവുകയാണ്. അപ്പൊ ഇത് പല കാലമാണ്. ഇപ്പൊ ഗിരീഷിന്റെ നോക്കിയാണെങ്കിൽ ഗിരീഷിന്റെ ലാസ്റ്റ് ഒരു 10 ഇയറിന് പല സമയത്ത് എടുത്ത സാധനങ്ങളാണ്. എന്നാൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഉണ്ട്, ഏർലിയർ വേർഷൻ ഉണ്ട്. ഇതിന്റെ ഒരു ബ്ലെൻഡ് അത് പ്രോപ്പറായി പ്ലേസ് ചെയ്യുക. എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഈ പറയുന്ന സ്പൂഫോ റെഫറൻസോ ഏറ്റവും കൂടുതൽ പാളിപ്പോവാൻ സാധ്യതയുള്ള സാധനമാണ്. അതിന്റെ ഒരു ബ്ലെൻഡ് ഫാക്ടർ എങ്ങനെയായിരുന്നു അത്? അത് ഈ പറഞ്ഞ പോലെ അതാ ഫ്ലോയിൽ വരണത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു സീൻ ചെയ്യുമ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കോളേജിൽ അടി നടക്കുന്നു, എന്തായാലും ചെയ്യണമെന്ന് പുള്ളി ഒന്ന് എടുത്ത് ചാടട്ടെ, മറ്റേ തുടരും പോലെ അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ ഇപ്പൊ തുടരും കാണുമ്പോ നമുക്ക് ഇത് എടുത്തൊരു സിനിമയിൽ വെക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ
ഇപ്പൊ സുരേഷ് കൃഷ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാറ്ററിംഗിന്റെ കാര്യങ്ങളായിരിക്കും ജനറലി, പ്രത്യേകിച്ച് വേറെ ഒന്നും സംസാരിക്കാനില്ലാത്തപ്പോ അപ്പൊ ഫുൾ ജാർ സോറ കൊണ്ടുവരട്ടെ എന്നിട്ട് അങ്ങനെ എങ്ങനെയൊക്കെയോ പറയുന്നത് ഞാൻ വേറെ തരത്തിൽ ഭയങ്കര റിലേറ്റബിൾ ആവുന്നു, എന്നാൽ കണക്റ്റഡും ആണ്. വർക്കാവോന്നൊന്നും അറിയില്ല, 8 നോക്കാം. വർക്കായി കുറച്ച് പേർക്കെങ്കിലും വർക്കായി അല്ലെങ്കിൽ പോട്ടെ കുഴപ്പമില്ല, വർക്കാവുന്ന വേറെ സാധനങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഈ പറഞ്ഞ പോലെ 10 ഇട്ട് നോക്കി, അതിന് 4 ചീറ്റിയാലും 6 വർക്കാവൂലോ എന്നുള്ള രീതിയിൽ ഒരു ഇടുന്നതാണ്. സുരേഷ് കൃഷ്ണ ഒരു ബ്രില്യൻ പിക്കായിരുന്നു. ഇപ്പൊ നമ്മൾ നിവിൻ എന്ന് പറയുമ്പോൾ നിവിൻ അജു, നിവിന്റെ ഒരു ഭയങ്കരമായ കോമ്പിനേഷൻ ഇതായിട്ട് വരുന്നത്. ഇതെന്ന് വെച്ചാൽ ഭയങ്കര റയർ കോംബോ. അത് മാത്രമല്ല ഭയങ്കര കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നു. പുള്ളിയുടേതായ ഒരു ഫൺ സൈഡ്, പുള്ളി തന്നെ ഒരു കാരിക്കേച്ചർ ഫീലിൽ ത്രൂ ഔട്ട് പോയിട്ട് ഒരു ഗംഭീര, അതായത് ഗിരീഷിന്റെ യൂണിവേഴ്സിൽ കംപ്ലീറ്റ്ലി പുറത്തുനിന്ന് വന്ന ഒരാള് വന്ന് ഭയങ്കര രസമായിട്ട് പ്ലേസ് ചെയ്യപ്പെട്ടവർക്ക്. അത് ഈ പറഞ്ഞ പോലെ അത് ഈ ഇവരുടെ ഗ്യാങ് എന്ന് പറയുമ്പോ അങ്ങനെ ഒരു ഗ്യാങ് എന്നുള്ള രീതിയിലുണ്ടായിരുന്നു, കല്യാണം കഴിക്കാത്ത കുറച്ച് ആൾക്കാർ എന്നുള്ള ഒരു സാധനം. അപ്പൊ അങ്ങനെ അന്ന് ആദ്യം ചിന്തിക്കുമ്പോ കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ, പിന്നെ അത് 3 പേരാക്കി ചുരുക്കി. അതിലൊരാള് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി പ്രായമുള്ള ഒരാള്, പുള്ളി ഈ പറഞ്ഞ പോലെ ബാച്ചിലർ, ഇവർ 2 പേരും കൂടി ചെയ്യുന്നു എന്നൊക്കെ ഉള്ള സാധനം. അപ്പൊ സുരേഷ് കൃഷ്ണയുടെ കാസ്റ്റിംഗ് വന്നത് പിന്നീടാണ്. അന്ന് വേറെ ആരെയോ ഞങ്ങള് ആലോചിച്ചായിരുന്നു. അവസാനമാണ് സുരേഷ് കൃഷ്ണ. കാരണം സുരേഷ് കൃഷ്ണ പിന്നീടാണ്, ഈ ഇടയ്ക്കാണ് പുള്ളി കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി. എനിക്ക് മറ്റേ മരണമാസ് എന്ന് പറഞ്ഞ പടം കണ്ടപ്പോഴാണെന്ന് തോന്നുന്നുണ്ട് പുള്ളി അതിൽ ഭയങ്കര രസമായിട്ടുണ്ട്, ബസ് ഡ്രൈവർ ആയിട്ട്. അപ്പോഴെങ്ങാണ്ടാണെന്ന് തോന്നുന്നു നമ്മള് ഇത് സുരേഷ് കൃഷ്ണനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുരേഷ് ചേട്ടനെ വിളിക്കുന്നു. സുരേഷ് ചേട്ടനാണെങ്കിൽ ഭയങ്കര താല്പര്യം ഇതിൽ ചെയ്യാൻ വേണ്ടിട്ട്. വിളിച്ച് ഇങ്ങനെ കഥ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടാവുമെന്നും സുരേഷ് ചേട്ടൻ അറിയില്ല. ഞാൻ ജസ്റ്റ് വേഗമായിട്ട് ഇങ്ങനെ പരിപാടികളാണ് ത്രൂ ഔട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ തന്നെ പുള്ളിക്കാരൻ അതിന്റെ മൂഡ്, പുള്ളിക്കാരൻ മനസ്സിലായി, പുള്ളിക്കാരൻ അത് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണെന്ന് മനസ്സിലായി. പുള്ളിക്ക് ഭയങ്കര താല്പര്യം. പുള്ളിക്കാണെങ്കിൽ വേറൊരു നല്ല പടം ആ സമയത്തും ഉണ്ട്. അപ്പോ പുള്ളിക്ക് ആകെ കൺഫ്യൂഷൻ, ഭയങ്കര ടെൻഷൻ. പുള്ളിക്ക് രണ്ടും വിടാൻ താല്പര്യമില്ല. ഞാൻ എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, ചേട്ടാ ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ചേട്ടൻ ഒന്നുകിൽ ആ പടം പിടിക്കും അല്ലെങ്കിൽ ഈ പടം പിടിക്കും, ഏതെങ്കിലും ഒന്ന് വിട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. എന്റെ പൊന്നു മോനെ ചതിക്കല്ല ഞാൻ ഇത് ചെയ്യാ. എന്നിട്ട് അവസാനം പുള്ളി ആ പടം വിടാം എന്നൊക്കെ തീരുമാനമായി നിന്നു. പക്ഷെ എന്തോ ഇതിന് ആ പടം മാറിപ്പോയി. അപ്പൊ പുള്ളിക്ക് ആശ്വാസമായി. ഒരു പ്രശ്നമില്ല, നമുക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ സംഗീതിന്റെ ഡേറ്റിന്റെ പ്രശ്നം ഉണ്ടായി, സുരേഷന്റെ ഡേറ്റിന് പ്രശ്നം ഉണ്ടായി, മമിതയുടെ നമ്മള് എന്തായാലും മാറ്റുന്നില്ല. മമിതയുടെ ഡേറ്റ് വെച്ചാണ് ഇതെന്ന് പറഞ്ഞ് നമുക്ക് നിവിൻചാണ്ടിന്റെയും മമിതയുടെയും ഇതാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെക്കൻഡറി ആണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഇത് മാറ്റേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സംഗീതം മാറിപ്പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സംഗീതിന് പകരം ഇനി ആര് എന്നുള്ളതൊക്കെ ഭയങ്കര, അതിന്റെ ഇടയിൽ സുരേഷ് കൃഷ്ണയുടെ പ്രശ്നം വരും, പാടി നമ്മളപ്പൊ ഇത് വേറെ സെക്കൻഡ് ഓപ്ഷൻസ് ഒക്കെ അങ്ങനെ ആലോചിച്ച് വെച്ചോണ്ടിരുന്നായിരുന്നതാണ്. പിന്നെ ഭാഗ്യത്തിന് എന്തൊക്കെയോ ഇതായിട്ട് അങ്ങനെയാണ് ഈ ജനുവരിയിലേക്ക് നമ്മൾ പുഷ് ചെയ്യേണ്ടി വന്നേന്ന് തോന്നുന്നു. ജനുവരി ആയപ്പോഴേക്കും എല്ലാവരുടെയും പരിപാടി കഴിഞ്ഞ് എല്ലാവരും വന്നു, എല്ലാവരും ഫ്രീ ആയി. അത് ഈ പറഞ്ഞ പോലെ സൃന്ദയുടെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ അവസാന നിമിഷത്തിലാണ് സൃന്ദ എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക്. അത്ര നേരം സൃന്ദ മനസ്സിൽ വന്നില്ല, അതെങ്കിലും പുതിയ ആള് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ 1-2 പേരൊക്കെ ഓഡിഷൻ ഒക്കെ ചെയ്തായിരുന്നു. പിന്നെയാണ് സൃന്ദ ചെയ്താലെങ്കിൽ അടിപൊളി അത് ഭയങ്കര എസ്റ്റാബ്ലിഷ് ചെയ്ത. പിന്നെ ഇരിക്കുന്നത് ഇവരുടെ രാത്രി മറ്റേ നൈറ്റ് പാർട്ടി ഒക്കെ, അതായത് അതാ ഞാൻ പറഞ്ഞത്, ഒരു അൺബിലീവബിൾ ആയിട്ട് ഓർഗാനിക് ആയി വരിക. അതിൽ നേരത്തെ ഈ വാടകയ്ക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ ഭയങ്കര ആർട്ടിഫിഷ്യൽ ഫീൽ സാധ്യതയുള്ള ഏരിയ ആണ്. അവിടെ ഈ പറയുന്ന ബായം തലേണയൊക്കെ എടുത്ത് വന്ന് ഭയങ്കര ഗ്രാജുവൽ നിലത്തിരിക്കുന്നു. അത് ഞാൻ പറഞ്ഞു, അത് ഈ വെറുതെ നമ്മൾ ആലോചിക്കുമ്പോൾ ഇപ്പം ഗിരീഷ് ഒരു ഫീമെയിൽ വേൾഡിനെ, ഒരു ഫെമിനൈൻ സ്പേസിനെ ഗിരീഷ് ഭയങ്കര ഓർഗാനിക് ആയിട്ട് ബിൽഡ് ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ റീനുവിലാണെങ്കിലും ഗേൾസ് ഹോസ്റ്റലാണെങ്കിലും അത് ഗിരീഷിന്റെ അത്ര പരിചിത ഏരിയ അല്ലല്ലോ. എന്നിട്ടും ഗിരീഷ് അത് ക്രാക്ക് ചെയ്യുന്നു, ഭയങ്കര രസമായിട്ട് ഉണ്ടാക്കുന്നു. മമിതയുടെ കാര്യം നോക്കി അറിയാം, മമിതയുടെ ഒരു ഫൈനസ്റ്റ് പെർഫോമൻസ് ഉള്ള പടം കൂടിയാണത്. മമിത ഗിരീഷിന്റെ സ്കൂളിൽ, അല്ലെങ്കിൽ ഗിരീഷിലൂടെ കുറച്ചുകൂടി ഫൈൻഡ് ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സൂപ്പർ ശരണ്യ മുതൽ ഇതൊന്നുകൂടി നോക്കി കഴിഞ്ഞാൽ മമിത ഒരു പെർഫോമർ എന്നുള്ള രീതിയിൽ ഗ്രോ ചെയ്ത് ഒരു ഇരുത്തം വന്ന ആക്ടറായിട്ട് കാണുന്ന ഒരു സിനിമ കൂടിയാണിത്. മമിത എനിക്കൊന്ന് മമിത അത്ര തന്നെ അത് ഗിരീഷിന്റെ കോൺട്രിബ്യൂഷൻസ് എടുത്തു പറയുന്ന ഒരാളാണ്. ഇതിലെ ആഷ്ലിയെ
മമിത വരുമ്പോൾ ഉറപ്പായും പ്രേമലുവിന്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ള പ്രേമലുവിലെ ഒരു ആക്ടറായിട്ടാണ് ഗിരീഷിന്റെ പടത്തിൽ കാണുന്നത്. അപ്പം പ്രേമലുവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ തന്നെ ഒരു ക്യാരക്ടറായിട്ട് പക്ക അത് ആഷ്ലി ആയി ഫീൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു തനി നാടൻ ആഷ്ലി. അത് അവളുടെ കഴിവ് തന്നെയാണ് കേട്ടോ. കാരണം ഇത് കുറച്ചും കൂടി ഒരു ഒതുങ്ങിയ ടൈപ്പ് ഒരു കുട്ടിയാണ്, ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. അത് ഇപ്പൊ ആൾക്കാർക്ക് ചിലപ്പോ അത് ഇപ്പൊ പ്രേമലുവിലെ റീനുവിനെ കണ്ടിട്ട് ഇങ്ങനെ വരുമ്പോ ചിലപ്പോ ഇത് അപ്പൊ പോത്തേട്ടനൊക്കെ എന്റെ അടുത്ത് വിളിച്ച് ചോദിക്കാണ്, എടാ എങ്ങനെയുണ്ട് അത് കുറച്ചൊരു ഇങ്ങനത്തെ ക്യാരക്ടർ അല്ലേ, അവൾ അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല, പേടിക്കണ്ട. കാരണം അത് സംശയം ഉണ്ടാകും. കാരണം ആൾക്കാർ ഉണ്ടോന്ന് വീട്ടിൽ നോക്കുന്ന ആ നടത്തത്തിന്റെ സാധനം, അതായത് ശരിക്കും നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് കൊറിയോഗ്രാഫഡ് ആയിട്ടുള്ള നടത്തം, ഭയങ്കര ഓർഗാനിക് ആയിട്ട് ഇവരുടെ നടത്തങ്ങള്, പിന്നെ ജസ്റ്റിനെ നോക്കുന്ന രീതി, പിന്നെ ഇവര് സ്റ്റെപ്പ് കയറി വരുന്നത്, ഈ മൊറേലി സിസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് വരുന്നത്, ജസ്റ്റിന്റെ അടുത്തേക്ക് വരുന്നത്, അതിലെല്ലാം എനിക്ക് ക്യാരക്ടറിനകത്ത് തന്നെ നിൽക്കുന്ന ഒരു പെർഫോമൻസും ആയിരുന്നു. ഇത് മാക്സിമം നമ്മൾ ഇവരെ മൈക്രോ മാനേജ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും ചെയ്യാനുള്ളത് ആക്ടേഴ്സിന്. ഇപ്പൊ നിവിൻ ചേട്ടനെ ആയാലും മമിത ആയാലും അവര് ഇത് എല്ലാ ആക്ടേഴ്സും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇന്നായി കഴിഞ്ഞാൽ അവര് അത് അതിലോട്ട് ആയിക്കോളും എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. നമ്മളെല്ലാ കാര്യത്തിലും, അതായത് ഒരു സീൻ എടുക്കുമ്പോൾ ഇയാൾ ഈ സീനിന്റെ ഇവിടം തുടങ്ങി ഇവിടം വരെ ഇങ്ങനെ പെരുമാറണമെന്ന് ഒരു ഇത് ഉണ്ടാക്കി വെക്കാൻ നമുക്ക് പറ്റില്ല. അത് ഭയങ്കര അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, എനിക്കൊരിക്കലും ആഷ്ലിയോട് നീ ഇങ്ങനെ തന്നെ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കൈയെടുക്കണം, കാലെടുക്കണം എന്നൊന്നും പറയാം എന്റെ ആവശ്യമില്ല. സത്യം കാല് വലിച്ച് നടക്കണം, അതൊക്കെ കുറച്ചുകൂടി ഗിരീഷ് പറഞ്ഞൊരു മോഡലായിരിക്കും. അല്ല, മമിതയുടെ കേസിലും നിവിൻ ചേട്ടന്റെ കേസിലൊന്നും ഞാൻ അങ്ങനെ ചില മാനറിസങ്ങളൊക്കെ പറയും. ചേട്ടൻ മുണ്ട് മടക്കി കുത്തിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, ഇതിലിപ്പോ സിഗരറ്റ് വലിച്ചാൽ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലല്ല. അതിനെ ഒരു എന്താ പറയാ ജനറൽ ആയിട്ട് ബ്രീഫ് കൊടുക്കാന്നല്ലാതെ കണ്ട് ഇവരെ നമുക്ക്, അതിപ്പോ ഏത് ആക്ടേഴ്സിന്റെ കാര്യത്തിലോ കേട്ടോ, ഇപ്പൊ സുരേഷ് ചേട്ടനായാലും നമ്മള് അവരെ അങ്ങ് വിട്ടാ മതി എന്നുള്ളതാണ്. അതാണ് ഈ ഒരു എന്താ പറയാ ഇത് എന്ത് എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിന്റെ ഒരു ഗുണം അതാണ്. നമ്മളൊട്ടും അവരെ മൈക്രോ മാനേജ് ചെയ്യാൻ പോവാതിരിക്കുക, എന്നാൽ തന്നെ അവരിൽ നിന്നുള്ളത് കിട്ടും. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ആ വൈബിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. ഇവരെ ആ വൈബിലത് മമിത പിന്നെ പറയേണ്ട കാര്യമില്ല, മമിത അത്രയും എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഡേ വൺ തുടങ്ങി അവളതിൽ ഇന്നായിരിക്കും. നിവിൻ ചേട്ടന്റെ കേസിലായിരുന്നു എനിക്ക് ഇങ്ങനെ പുള്ളി എനിക്ക് അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു, പുള്ളി ഇനി വന്നിട്ട് എത്ര നാളെടുക്കും ഇതൊന്നും ഇന്നാവാൻ എന്നുള്ള ഒരു നമുക്കൊരു സ്റ്റാർ വരുമ്പോൾ നമുക്ക് റെസ്പെക്ട് അങ്ങോട്ട് കൊടുക്കും. അതെ അതെ, നമുക്ക് പിന്നെ പേടി ഇനി ഒരുപാട് ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇത് ബുദ്ധിമുട്ടാവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെ അധികം ടേക്കുകളൊന്നും പോകേണ്ടിയൊന്നും വന്നിട്ടില്ല. അവര് അതാണ് പറഞ്ഞത്, അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്യും, തല ഇങ്ങനെ ചിരിക്കും, മറ്റത് ചെയ്യും, മറിച്ച് ചെയ്യും. അത് അവര് തന്നെ പറഞ്ഞിട്ടുണ്ട്, പലരും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. ആവശ്യത്തിന് മാത്രം ഇടപെടുക എന്നുള്ളൊരു സാധനം നമ്മൾ ലിമിറ്റ് ചെയ്യുക. നിവിൻ ചേട്ടൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, എടാ നീ കറക്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്, കാരണം നമ്മളെ അങ്ങ് കൂടുതൽ അങ്ങ് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആകെ ഇതായി പോകും. പറയാനുള്ളത് ചേട്ടാ അത്ര വേണ്ട എന്നുള്ള ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിട്ട് ചെയ്തോളും എന്നുള്ളൊരു സംഭവമാണ്. അതേ കേസിൽ ശരിക്കും ഒന്നും അങ്ങനെ ഒരു ഇതൊന്നും പറയേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് അവള് ചെയ്ത് നടത്തവും പരിപാടികളൊക്കെ ഭയങ്കര അത് എടുത്ത് പറയേണ്ട ഒരു ഫാക്ടറാണ് കേട്ടോ. അത് കഴിഞ്ഞ ദിവസം മറ്റേ കമീലിയൻ ലൈക്ക് ആക്ടർ എന്ന് പറഞ്ഞിട്ട് മമിതയെ കുറിച്ച് അത് അവര് പറയണം, വേഴ്സറ്റൈൽ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് അതിനേക്കാളും ഒരുപാട് മുകളിലാണ് ഈ സംഭവം. തൊട്ടു മുമ്പ് ഇറങ്ങിയ മറ്റേ വിശ്വനാഥൻ സൺസിലെ ആളല്ല. അതെനിക്കും മനസ്സിലായി. ഞങ്ങൾ ഈ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇതിലെ പാട്ട് ഇറങ്ങുന്നത്. ഈ വിശ്വനാഥൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലോ മറ്റോ ആണ് ഇതിലെ പാട്ടോ എന്തോ ഇറങ്ങിയിട്ട് ഞാനിത് കാണുമ്പോ അയ്യോ ഇത് ഇവള് തന്നെയാണോ അങ്ങനത്തെ അതെ അതെ. പക്ഷെ അതില് ക്യാരക്ടർ ഭയങ്കര വേറെയാണല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് നമ്മൾ ഇവിടെ ഇത്രയും ദിവസം ഇങ്ങനെ കണ്ടിട്ടേ പെട്ടെന്ന് വേറൊരു സാധനം കാണുമ്പോ ഇത് ഭയങ്കര കോൺട്രാസ്റ്റ് ആണ്.
അത് മമ്മിതേ പോലുള്ള ഒരാൾക്കെ പറ്റുള്ളൂ എന്ന് ഗിരീഷ് ഭയങ്കര തോന്നുന്നുണ്ട്. പ്രൗഡ് ആവുന്ന ഒരു ഗ്രോത്ത് കൂടി ആയിരിക്കുമല്ലോ. ഓ, ഗിരീഷിന്റെ തീർച്ചയായിട്ടും, ഗിരീഷിന്റെ തീർച്ചയായിട്ടും. ക്യാമ്പിൽ നിന്ന് വന്ന് അങ്ങനെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഞാൻ അവള് നല്ല ആക്ടറാണെന്ന് അറിയായിരുന്നു. പക്ഷെ ഞാൻ ഇത്രയും ഇങ്ങനെ അത് നല്ല പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് അറിയായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഇങ്ങനെ ഇമ്പ്രൂവ് ആയി പോണത് നമ്മൾ കാണുമ്പോ ഭയങ്കര അത് ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്നേ ഓരോ പടം കഴിയുമ്പോ. അത് അടിപൊളിയാണ്. പുള്ളിക്കാരി വെച്ച് വേണമെങ്കിൽ നമുക്ക് ഇപ്പൊ പുള്ളിക്കാരി മാത്രം സോളോ ഹീറോ ആയിട്ട് വെച്ച് നമുക്കൊരു പടം പ്ലാൻ ചെയ്യാനും അത് ഭയങ്കര രസമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മമിത അഭിനയിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഭയങ്കര നമുക്ക് ഷൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തലവേദന പിടിച്ച പരിപാടിയാണ്. പക്ഷെ മമിത വെച്ച് ഷൂട്ട് ചെയ്യുമ്പോ അത് അങ്ങനെയല്ല. കംഫർട്ട് ആവുന്നല്ലേ. ഗിരീഷിന്റെ സിനിമയുടെ ഒരു ഫിലിമോഗ്രാഫി നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിംസ് എടുക്കുന്നു, ഭയങ്കര അംബീഷ്യസ് ആയിട്ട് ഇതിലേക്ക് സിനിമയിലേക്ക് ഇരിക്കുന്നു. എനിക്കറിയാം ഗിരീഷ് ഷോർട്ട് ഫിലിമിൽ നിന്ന് സിനിമയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പലരെയും കഥയായിട്ട് അപ്രോച്ച് ചെയ്യും. ഗിരീഷിന്റെ കഥകൾ, ഗിരീഷിന്റെ അപ്രോച്ചും പിടികിട്ടിയിട്ടില്ല എല്ലാ ആളുകൾക്ക്. അല്ലെങ്കിൽ ഗിരീഷിന്റെ നിരേഷനിൽ ഇത് എങ്ങനെ വരും, ഇത് കൈവിട്ട് പോകാന്നൊക്കെ തണ്ണീർമത്തം ക്രാക്ക് ചെയ്തിട്ട് തന്നെ പല സ്ഥലത്തും പറ്റിയിട്ടുണ്ടല്ലോ. അവിടുന്ന് ഇപ്പം ഏറ്റവും ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറായി മാറുകയാണ്. ഗിരീഷ് തൊട്ടതെല്ലാം അത്രയും വലിയ, അതായത് ഇപ്പം പ്രേമലുവിന് മേളിലേക്കുള്ളൊരു സക്സസിലേക്ക് ഈ സിനിമ പോകുന്നു. ഒരു ഇൻഡസ്ട്രി ഹിറ്റ് സ്വഭാവത്തിൽ ഫിലിം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഓർഗാനിക്കായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫിലിം മേക്കറായിട്ട് മാറും. അപ്പം ആളുകൾ ചോദിക്കില്ല, എങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലൈഫ് പോർട്രേ ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെയാണ് ഇത്രയും സിമ്പിളായിട്ട് സിനിമ ഉണ്ടാക്കാൻ പറ്റുന്നത്? കാരണം ഏറ്റവും സിമ്പിളായിട്ടല്ല ഉണ്ടാക്കുന്നത്, പക്ഷെ ഏറ്റവും സിമ്പിളായിട്ടാണ് നമുക്ക് അവതരണം തോന്നുന്നത്. ഭയങ്കര ഓർഗാനിക് ആയിട്ട് തോന്നുന്നു. എന്നാൽ അതിൻ്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള നെറേറ്റീവാണ് വലിയത്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമാ വിദ്യാർത്ഥിക്ക്, സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഗിരീഷ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും? അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു റെസിപ്പി പോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അറിയില്ല. അത് ഓരോരുത്തരുടെ എന്താ പറയാ, ഒരാളുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വാക്കുകളില് നമുക്ക് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോ പറഞ്ഞ പോലെ ഈ അംബിഷൻ എന്റെ ഉണ്ടായിരുന്നത് തന്നെ ഇങ്ങനത്തെ സിനിമകൾ ചെയ്യാന്നുള്ളതാണ്. ഈ സിമ്പിൾ അങ്ങനെയുള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ രക്ഷാധികാരി വൈജു എന്നൊക്കെ പറഞ്ഞ പടമൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ സാധനമാണ്. ആ വേൾഡ് നമുക്ക് ഭയങ്കര ബിലീവബിൾ ആണ്. ഇവരുടെ അച്ഛനായിട്ട് തോന്നും, അമ്മയായിട്ട് തോന്നും, അതെ. ഞാൻ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു പടമാണ്. ഇന്ന് പറഞ്ഞ പോലെ അങ്ങനെയുള്ള സിനിമകൾ എടുക്കാനായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഗ്രാജുവലി വന്നതാണ്. ഇതാണ് എൻ്റെ ഒരു ഇതെന്നുള്ളത്. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഞാൻ എന്ത് ടൈപ്പ് ആരെയാണ് ഇംപ്രസ് ചെയ്യേണ്ടത്, ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര. പിന്നെ ഈ IFFK-ലൊക്കെ പോവാ അപ്പൊ പോകുമ്പോ അവിടെയുള്ള അപ്ലോസ് ഒക്കെ കാണുമ്പോ ഇതാണ് ഒരു വില കിട്ടണമെങ്കിൽ ഈ അപ്ലോസ് ഭയങ്കര ഇതാണെന്നൊക്കെ വിചാരിക്കും. അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മളെന്തൊക്കെയോ പരീക്ഷണം ചെയ്യണോ, അങ്ങനെയൊക്കെയുള്ള ഇതുകളൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ അംബ്രോസ് എന്ന് പറഞ്ഞ പടമൊക്കെയാണ് ഒരു വഴിത്തിരിവായത്. അതിനു മുമ്പ് യശ്പാൽ എന്ന് പറഞ്ഞ അപ്പൊ അതില് ഇപ്പൊ ഈ ആക്ടിങ് സൈഡ് ഒക്കെ അത് ഭയങ്കര മെച്ചറാണ് ആ ഷോർട്ട് ഫിലിം. ഫോക്കസ് ഔട്ടിന്റെ സീനിയർ ആക്ടർ. അപ്പൊ അത് ആൾക്കാർ പറയാൻ തുടങ്ങി. അതിന്റെ മെച്ചറിഷ് നേച്ചറൊക്കെ വിട്ടിട്ട് അതിന്റെ പെർഫോമൻസ് നല്ലതാണെന്നൊക്കെ പറയാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഈ പെർഫോമൻസ് എന്നുള്ളൊരു സംഭവത്തിലോട്ടൊക്കെ വരുന്നത്. ഓക്കെ, ആൾക്കാര് ഇങ്ങനെ പിന്നെ ഈ ഡയലോഗുകൾ ആൾക്കാര് സംസാരിക്കുന്ന പോലെ ഡയലോഗുകള്, അപ്പൊ നമുക്ക് അതില് ഒരു കമാൻഡ് ഉണ്ടെന്ന് ഉള്ളത് മനസ്സിലായി. അങ്ങനെയാണ് പിന്നെ പടിപടിയായിട്ട് ഓരോ ഷോർട്ട് ഫിലിമുകൾ ചെയ്യുന്നതും. അപ്പൊ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അതിലത്തെ. അപ്പോഴാണ് ഇത് എന്റെ സ്ട്രോങ് ഏരിയ ആണ് ഞാൻ ഗ്രാജുവലി മനസ്സിലാക്കുന്നതാണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ നമ്മൾ എഴുതുന്നതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്ട്രോങ് പരിപാടി എന്താണോ അതിൽ വെച്ചിട്ട് എഴുതാൻ നോക്കി ഇങ്ങനെ വരുന്നതാണ്. ഈ പറഞ്ഞ പോലെ ഈ സിംപ്ലിസിറ്റി എന്നുള്ളൊരു ഒബ്ജക്റ്റീവില്
അല്ല സിനിമ എടുക്കുന്നത്. ആളുകൾ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് സിമ്പിൾ ആണ്. സിമ്പിൾ ആളുകൾ പറയുകയും ചെയ്യും. ആളുകൾ വിചാരിക്കുന്നത് ഈ സിംപ്ലിസിറ്റി ഭയങ്കര സിമ്പിളാണ്. സിംപ്ലിസിറ്റി ഒട്ടും സിമ്പിൾ അല്ല എന്നുള്ള സംഭവം. അങ്ങനെ അത് സിമ്പിൾ ആണെന്ന് ഓർഗാനിക് ബിലീവ് ചെയ്യിപ്പിക്കാൻ ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മളിപ്പോ ഒരു റൂം കാണിക്കുമ്പോ ആൾക്കാര് ഭയങ്കര റിയൽ ആണ്, നാച്ചുറൽ ലൈറ്റ് എന്നൊക്കെ പറയും. നാച്ചുറൽ ലൈറ്റിൽ എടുത്ത ഇത് നാച്ചുറൽ ലൈറ്റിൽ എടുത്തേക്കേണ്ടതല്ല. ഇത് നാച്ചുറൽ ലൈറ്റ് ആണെന്ന് തോന്നിപ്പിക്കാൻ നമ്മൾ ലൈറ്റ് ചെയ്യണം. വെറുതെ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ അത് ആകെ ഇരുണ്ടിരിക്കും, കാണാൻ പോലെ ഇന്റീരിയർ ആണെങ്കിൽ ആകെ ഇരുണ്ടിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മളിത് സിമുലേറ്റ് ചെയ്യാണ്. ഈ റിയാലിറ്റി എന്ന് പറയുന്നത് സിമുലേറ്റ് ചെയ്യാണ്. അത് സിമുലേറ്റ് ചെയ്യാൻ അതിലൊരു കിക്ക് ഉണ്ട്. അത് ചെയ്തു വരുമ്പോ ഒരു സീൻ ചെയ്തു വരുമ്പോഴും അത് എഡിറ്റ് ചെയ്ത് കാണുമ്പോഴും ഓക്കെ അത് അത്യാവശ്യം റിയൽ ആയിട്ടിരിക്കുന്നുണ്ട്. എന്നത് ശരിക്കും പറഞ്ഞത് റിയൽ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ അല്ല. നമ്മളൊരു സിനിമാറ്റിക് റിലീസ് സിനിമയുടെ പ്രാക്ടിക്കാലിറ്റി മുൻനിർത്തിയിട്ടുള്ള റിയലിസം. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു രണ്ടുപേര് സംസാരിക്കുന്നു, രണ്ട് കൂട്ടുകാർ സംസാരിക്കുന്നു, ഇത് 1.5 മണിക്കൂർ പോവാം അല്ലേ? പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. അതാ റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. കേട്ടാൽ ബാക്കിയുള്ളവർക്ക് ബോറടിച്ചേക്കാം. ഇതൊക്കെയാണ് റിയൽ സാധനങ്ങൾ. നമുക്ക് ഇതല്ല. നമ്മളിത് റിയൽ ആണ് തോന്നിപ്പിക്കാൻ വേണം, എന്നാൽ കഥയുടെ കാര്യങ്ങൾ കൺവേ ചെയ്യാൻ വേണം, ഇതൊരു പോയിന്റിൽ കൊണ്ട് നിർത്താൻ വേണം, എൻഗേജ് ചെയ്യിപ്പിക്കണം എന്നുള്ള. എന്നാൽ ഇത് വളരെ ലൈഫ് ഉള്ളതായിട്ട് ഫീൽ ചെയ്യണം. അതൊരു ഇച്ചിരി അത് ക്രാക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അത് കാരണം അത് ഡയലോഗുകളൊക്കെ കളർന്നു മുറിച്ച് തന്നെ എഴുതണം. എന്നാൽ അതിന് കണക്ഷൻ വേണം. അതിൽ സിനിമയുടെ പ്ലോട്ട് പോയിന്റുകൾ വരണം. ആ പ്ലോട്ട് പോയിന്റ് ഇടുത്തി പോലെ വന്ന് വീഴല്ല വേണ്ടത്, അതിലേക്ക് ഇങ്ങനെ എത്തണം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജസ്റ്റിന്റെ ഫ്ലാഷ് ബാക്കിലോട്ട് പോകണമെങ്കിൽ നേരെ ചൊവ്വ ചെന്നിട്ട് ജസ്റ്റിന് ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടായിരുന്നു എന്ന് പറയല്ല ചെയ്യേണ്ടത്. ചായക്കടയിൽ ഒരാൾ ഇരുത്തി പറയിപ്പിച്ചാ പോരാ. അല്ല അതിലോട്ട് അല്ല. ഇപ്പൊ ഇവരിരുന്നിട്ട് പറയുകയാണെങ്കിലും ആദ്യത്തെ ഡയലോഗിൽ അത് വരാൻ പറ്റില്ല. അതിങ്ങനെ ഗ്രാജുവലി വരണം. എവിടെയോ വന്ന ഉടക്കി അതിലോട്ട് പോകണം. ജസ്റ്റിന് ചേട്ടനെ കുറിച്ച് പറഞ്ഞ് അതിലോട്ട് പോകണം എന്നൊക്കെയുള്ള അങ്ങനെ കുറെ പർപ്പസുകൾ ഉണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ പർപ്പസ് നിറവേറ്റാനാണ് ഈ സീൻ എടുക്കുന്നത്. അപ്പൊ ഈ ശരിക്കും അത് റിയൽ ഒന്നല്ല എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ആ സാധനങ്ങൾ. ആ കോൺവെർസേഷൻ അങ്ങനെ ഒന്നും ആയിരിക്കണമെന്നില്ല പോണത്. വെള്ളം അടിക്കുമ്പോ അങ്ങനെ ഒന്നും ആയിരിക്കണമെന്നില്ല സംസാരിക്കുന്നത്. ആൾക്കാരെ അത് തോന്നിപ്പിക്കുക എന്നുള്ള ഒരു സാധനത്തിൽ ഇതിന്റെ ഈ എൻറ്റയർ ക്രാഫ്റ്റില് ഈ പറയുന്ന ആദ്യമധ്യാന്തത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിന് സ്റ്റാർട്ടും വേണം, എൻഡും വേണം. ഇതൊരു എഡിറ്റ് ചെയ്ത് ഇത് എവിടെയോ കൊണ്ട് ഇൻ ബിറ്റ്വീൻ ഒന്നും നമുക്ക് ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല. അത് ആ സീൻ പ്രോപ്പറായിട്ട് എൻഡ് ചെയ്യണം. പല അങ്ങനത്തെ ഗാദറിങ്സും അങ്ങനെ പ്രോപ്പർ ആയിട്ട് നമുക്ക് എൻഡ് ചെയ്യാൻ പറ്റില്ല. റിയൽ ലൈഫിൽ അങ്ങനെ എൻഡ് ചെയ്യൂലല്ലോ. നമുക്ക് ഇത് എൻഡ് ചെയ്യണം, ഒരു കട്ട് പോയിന്റ് വേണം എന്നൊക്കെയുള്ള എല്ലാ ഇതുകളും വച്ചിട്ട് വേണം നമുക്ക് ആ സീൻ ചെയ്യാൻ. അത് ചെയ്യണത് നമ്മളത് ഇത് ഉണ്ടാക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനും അത് വായിക്കുമ്പോൾ. ഇപ്പൊ ഗിരീഷ് പറഞ്ഞാലേക്കും ഇപ്പൊ വിശുദ്ധ അംബ്രോസിലാണെങ്കിൽ ഈ കുട്ടികൾ കൈകൊട്ടി പാടുന്ന എലമെന്റിൽ അവിടെ ഒരു പാട്ടിന്റെ ട്രാക്ക് കയറുന്നുണ്ട് അല്ലെ? ഒരു ഇതിന്റെ തണ്ണീർമത്തം നോക്കിയാലുണ്ട്. എല്ലായിടത്തും ഈ പറയുന്ന ഒരു റെട്രോ നെസ്റ്റാൾജിക് അല്ലെ, ഒരു റിലേറ്റബിൾ സാധനം. ഗിരീഷിന്റെ ഒരു സിഗ്നേച്ചർ എലമെന്റ് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് കുട്ടികളും അതായത് അവരുടെ ഒരു കുട്ടികളുടെ എലമെന്റ് എപ്പോഴും കയറി വരാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പം പ്രേമലും ഇത് നോക്കിക്കഴിഞ്ഞാൽ ട്രെയിനിൽ കണക്ട് ചെയ്തൊരു സീൻ ഉണ്ട് അവിടെ. പിന്നെ ഈ പ്രപ്പോസലും അല്ലെങ്കിൽ ഇവരുടെ ഒരു മിസ്സാവുന്നു. കുറെ എന്താ പറയാ ഒരു റിപ്പീറ്റ് വാല്യുള്ള ഗിരീഷ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്ന ചില സീനുകൾ ഉണ്ടല്ലേ. 3-4 പടം ഒന്നിച്ച് ഇപ്പൊ ആലോചിക്കുമ്പോൾ ചില സാധനങ്ങൾ ഗിരീഷ് അതിനോടുള്ള ഇഷ്ടക്കൂടുതലുകൊണ്ട് ഈ സിനിമയിലും കൊണ്ടുവരുന്നുണ്ടെന്ന് അല്ലെ, അടുത്തടുത്ത സിനിമയിലേക്കും. അത് ഈ ട്രെയിനൊക്കെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ അത് അതങ്ങനെ ഇതിന്റെ പാർട്ടാണ് ഉറപ്പായി. അവർ ഗോവയിലേക്ക് ട്രിപ്പ് പോയിട്ടുണ്ടാവും. അത് ഗോവ തന്നെ ആവാൻ സാധ്യത. ട്രെയിനിലേ പോകാൻ പറ്റുള്ളൂ. അത് മറ്റേ ഈ പടത്തിന് വേണ്ടി എന്നാ മാറിയേക്കാന്ന് പറഞ്ഞ് വേറെ വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല. എന്നാൽ പോലും അത് ഞാൻ പറഞ്ഞത് എവിടെയോ ഈ പറയുന്ന ഗിരീഷിന്റെ ക്രാഫ്റ്റിൽ ചില സാധനങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നോ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അത് ഈ പറഞ്ഞ പോലെ
ചില സംഭവങ്ങൾ ഇപ്പൊ ഉം. ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടുള്ള ഗ്യാതറിംഗ് അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ നമുക്ക് ഇവന്റ്സ് കല്യാണം മാതാ ജെറ്റ് ആണെങ്കിൽ ജെറ്റ്, കല്യാണം, കല്യാണം ഉണ്ട്, കല്യാണം എന്ന് പറയുന്നത് ഇതിന് കുറച്ച് കൂടുതലാണ്. കാറ്ററിംഗ് കൂടി ആയപ്പോ അങ്ങനെ വരാറുണ്ട്. അത് ഞാൻ ഇങ്ങനെ അങ്ങനെ ആഗ്രഹിച്ച് ചെയ്യേണ്ടതല്ല, ഇങ്ങനെയൊക്കെ അത് വരാറുണ്ട്. അത് നമുക്ക് ചിലപ്പോൾ അത് കാണാൻ ഇഷ്ടമുണ്ടാവും. പിന്നെ അവിടെ ഗിരീഷിന് ചിലപ്പോ ചില ഈ പറയുന്ന മൈനർ നല്ല രസമുള്ള പ്ലോട്ട് പോയിന്റ് അതിൽ കണക്ട് ചെയ്യാനും കൂടി ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഗിരീഷ് ഒരു കൊളാബറേറ്റീവ് റൈറ്റിംഗ് ആണ്. ഇപ്പൊ കിരൺ ഇതിൽ റൈറ്റിംഗ് പാറ്റേൺ വരുന്നു, അതിനുശേഷം ഷൂട്ട് വരുന്നു, അവിടെയും വീണ്ടും കൊളാബറേറ്റീവ് ആണ്. അപ്പം ആകാശ് ഉണ്ട്, അജ്മൽ ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ ഏതാണ്ട് ഗിരീഷ് തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സിനാരി ആണല്ലോ. അവിടെയാണല്ലോ ഒരു സ്ട്രോങ് ജഡ്ജ്മെന്റിൽ ഒരൊറ്റയ്ക്കൊരു തീരുമാനത്തിന്റെ തരത്തിലേക്ക് ഭയങ്കരമായ ഒരു പ്രഷർ വരുന്നത്. ഞാൻ പറയുന്നത് ഗിരീഷിന്റെ പടം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആണ്. അതായത് ആളുകൾക്ക് ഒരു ദിവസം ഫുൾ സ്ട്രെസ് ഫ്രീ ആയി കിട്ടാൻ, അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് അതായത് ആളുകൾ മുഴുവൻ സ്ട്രെസ് ഒഴിവായി കിട്ടുന്ന പോലെയാണ് സിനിമകൾ കാണുന്നത്. ഗിരീഷ് ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് ഫിലിം മേക്ക് ചെയ്യുന്ന ആളാണ്. അല്ല 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 അത് സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെറിയ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. ഷൂട്ടിങ്ങിന്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാവും. പക്ഷെ എന്താ പറയാ, വേറെ അതിന്റെ പേഴ്സണൽ സ്ട്രെസ്, ഇപ്പൊ ഈ പേഴ്സണൽ പ്രശ്നങ്ങളൊക്കെയാണ് നമ്മളെ കൂടുതൽ ബാധിക്കുക. ഭാഗ്യത്തിന് എന്റെ ഒരു ഷൂട്ടിന് അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ബാക്കിയുള്ള ഈ ടെക്നിക് മനസ്സിലായില്ല, അതിന്റെ പ്രായോഗികതയിലും മറ്റേ എക്സിക്യൂഷനുള്ള ടെൻഷനാണ്. എങ്ങനെ എടുക്കുക, മറ്റേ ഉള്ളിലാണ്, അത് എങ്ങനെ ഇതാവും, അല്ലെങ്കിൽ ലൈറ്റ് പോയി എന്നൊക്കെയുള്ള ടെൻഷനുകള് അലട്ടാ എല്ലാവർക്കും ഉണ്ടാവും. അത് എന്നെ കുറച്ച് ഞാനത് അത്ര ഈസി ആയിട്ട്, ചിലവരത് ഭയങ്കര ഈസി, കുഴപ്പമില്ല ഇതിനിപ്പോ നാളെ എടുക്കാം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പോവായിരിക്കും. എനിക്ക് അത്ര ഈസി ആയിട്ട് നമ്മളിപ്പോ പുറമേ ഓഡിയൻസ് കാണുമ്പോൾ എല്ലാ സീനിലും നമ്മൾ ഇത്രമേൽ ഹാപ്പി. ഞാൻ പറഞ്ഞു, ഞാൻ ഈ പടം ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടാണ്. പക്ഷെ എനിക്ക് പല സ്ഥലത്തും ഗിരീഷിന് ഒരു പടം കണ്ട് കരയുക എന്ന് പറഞ്ഞാൽ ഇമോഷണലി ആയിപ്പോയിരുന്നു. അപ്പം ഗിരീഷൻ ഇത്രയും ഹാപ്പിനെസ് ആണല്ലോ പ്രൊവൈഡ് ചെയ്യുന്നത് സിനിമയിൽ. ഓരോ സീനിലും ഇത്രയും ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇയാൾ എത്ര ഹാപ്പി ആയിട്ടായിരിക്കും ഈ പടം ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക എന്ന് കൂടി ആളുകൾ ആലോചിക്കുമല്ലോ. അത് അത്ര ഹാപ്പി ആയിട്ടല്ല ഷൂട്ട് ചെയ്തത്. ഈ പടം പ്രത്യേകിച്ച് പ്രേമലൊക്കെ അത്യാവശ്യം ഹാപ്പി ആയിരുന്നു. കാരണം പ്രേമലു ഒരുപാട് കോമഡി സീനുകൾ ശരിക്കും ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ ഇതിനേക്കാളും കോമഡി പ്രേമലുലാണ്. അപ്പൊ അതിന്റെ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാരണം അതെല്ലാവരും ആ ലൊക്കേഷനിൽ തന്നെ എല്ലാവർക്കും വർക്കാണ് പരിപാടി. അപ്പൊ നമുക്കറിയാം ഇത് തിയേറ്ററിൽ എന്തായാലും വർക്കാവും. പിന്നെ ഈ സ്പോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് കോമഡി ഉണ്ടെങ്കിൽ ഇതൊരു കോമഡി പടമല്ല. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കോമഡി അല്ല, ഒരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയാനുള്ള ശ്രമമാണ് ഇത് എന്ന് പറഞ്ഞ. ഇതിന്റെ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമാണ്. നമ്മൾ ആദ്യം അതാണ് നമ്മൾ ചിന്തിച്ച ലെവലിലല്ല ഈ പടം. അതായത് ആദ്യം ചിന്തിക്കുമ്പോൾ ചെറിയൊരു പടം ഈ അങ്കമാലി പരിസരങ്ങളിൽ ആ 2-3 കിലോമീറ്റർ ചുറ്റളവിൽ നടക്കുന്നുള്ളൂ. അധികം ലൊക്കേഷനുകൾ ഷിഫ്റ്റുകളൊക്കെ കുറവ്. പ്രേമലുവിനെ കമ്പയർ ചെയ്ത് ചിന്തിക്കുമ്പോൾ ഹൈദരാബാദ് പോകണ്ട അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. വളരെ വളരെ ബഡ്ജറ്റ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ബഡ്ജറ്റ് എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കണത്. ഇതിന് ഒരു മാക്സിമം ഒരു 60-70 ദിവസം കൊണ്ട് ഇത് എന്തായാലും കഴിയും. ഇത് ഷൂട്ട് തുടങ്ങി, ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയപ്പോഴാണ് ഇതിന്റെ പരിപാടി ഇത് മനസ്സിലായി. ഇത് 100 ലൊക്കേഷൻ ഉണ്ട്. സംഭവം അടുത്തടുത്താണെങ്കിലും ഇതിന് ഒരു പാട്ടിന് തന്നെ ഉണ്ട് ഒരു 10-20 ലൊക്കേഷൻ. അപ്പൊ ഇത് കണ്ടുപിടിക്കും, ഇത് ആപ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കിട്ടണം. ആ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങള് എന്റെ പൊന്നോ അത് ഭയങ്കര ഒരു കഥയാണ്. ഞാൻ പ്രേമലോല് പോലും നമ്മൾ ഇത്രയും അലഞ്ഞിട്ടില്ല ഒരു ലൊക്കേഷൻ. ഇങ്ങനെ 2 വീടുകൾ വേണം, ഒരു കുറച്ച് വലിയ വീട്, കുഞ്ഞു വീട് വേണം. അങ്ങനെ എന്നിട്ട് നമുക്ക് അങ്കമാലി മഞ്ഞപ്പുറ 2 വീടുകൾ ഇതുപോലെ കിട്ടി. നല്ലതായിരുന്നു. അല്ല എല്ലാം സെറ്റായിരുന്നു അവിടെ, എല്ലാം പക്കയായിരുന്നു. അത് ഇപ്പുറത്തൊരു ചാപ്പലൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ എന്നിട്ട് നമ്മളെല്ലാം മാനസികമായിട്ട് അവിടെ ഷൂട്ട് ചെയ്യുന്നു പ്രിപ്പയർ ആയി. പക്ഷെ അവിടെ എന്തോ അവിടുത്തെ ഓണർ കുറച്ച് പ്രശ്നം. ആദ്യം പുള്ളി വില്ലിങ് ഒക്കെ ആയിരുന്നു, പിന്നെ
പുള്ളിക്ക് പിന്നെ കുറെ കണ്ടീഷൻസും പരിപാടികളൊക്കെ വന്നപ്പോ നമുക്കത് പ്രാക്ടിക്കലി അത് അവിടെ ചെയ്യലുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു വീട് കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ കയ്യിൽ വേണോ അത്, അല്ലാതെ അത് നടക്കില്ല. അത് നമുക്കൊരു പള്ളി ഷൂട്ട് ചെയ്യണ പോലെ ഒന്നും അപ്പൊ അങ്ങനെ ബുദ്ധിമുട്ട് വന്നു. അപ്പൊ നമുക്ക് വേറൊരു സാധനം ഇനി ഇത് അത് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു പടത്തിലെ. ഇനി ഇതുപോലത്തെ കിട്ടുമോന്ന് അറിയാൻ പാടില്ല. തപ്പി 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 ചാലക്കുടിയില് നമ്മുടെ അസോസിയേറ്റ് ഷിബിൻ ചേട്ടനും അർജുൻ രണ്ടുപേരും കൂടി തപ്പി മറ്റേ ഇവിടെ പുത്തഞ്ചിറ, ചാലക്കുടി അടുത്ത് പുത്തഞ്ചിറ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കാണാം. അപ്പൊ നമ്മുടെ മനസ്സിൽ മറ്റേത് നിക്കാണ്, അതില് നിക്കാണ്. എന്നിട്ട് ഇത് പുതിയ സാധനം കാണുമ്പോ നമുക്ക് ഇത് പോരാ, അത്രയും പോരാ, ഇത് എന്ത് ചെയ്യത് അങ്ങനെ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ അവസാനം അജ്മല് വന്നു അത് ഓക്കെയാണ്. അപ്പൊ ആദ്യം ഞങ്ങള് വിചാരിച്ചിരുന്നത് ഈ ജസ്റ്റിന്റെ ആഷ്ലിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോളിൽ നിന്നും ഡയഗണലായിട്ടാണ്, ഇത് സ്ട്രൈറ്റ് ആയിരുന്നു. വിചാരിച്ചായിരുന്നു, ഞാൻ മനസ്സിൽ വിചാരിച്ചത് സ്ട്രൈറ്റ് എന്നായിരുന്നു. അപ്പൊ അങ്ങനെയാണ് മറ്റേ മഞ്ഞപ്പുറയുള്ള വീട് അങ്ങനെയായിരുന്നു, കറക്റ്റ് അങ്ങനെ കിട്ടി. അപ്പൊ ഫസ്റ്റ് ഫ്ലോർ ടു ഗ്രൗണ്ട് അല്ല 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 ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനത്തെ റൂമില്ല. ചാലക്കുടിയിൽ ഫസ്റ്റ് ഫ്ലോറിൽ റൂമില്ല, മുകളിലുള്ളൂ റൂം. അപ്പൊ നമ്മൾ ഇത് അതൊക്കെയാണ് നമ്മളാദ്യം ഈ പിടിച്ച പിടിയിൽ നിക്കണതിന്റെ ഒരു പ്രശ്നമാണ്. അത് ഫ്ലെക്സിബിൾ ആവണം ആ കാര്യത്തിലൊക്കെ. ചിലപ്പോ അവിടെ റൈറ്ററുടെ കടുംപിടുത്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇമാജിനേഷൻ. അതെ അതെ അതെ. അപ്പൊ പിന്നെ അജ്മൽ പറഞ്ഞ് ബ്രോ ഇത് രസമുണ്ട്, ഇങ്ങനെ ഡയഗണൽ ആവുമ്പോ രസമുണ്ട്, അത് വേറൊരു സാധനമാണെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഞാൻ മാറ്റി. ഓക്കെ 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 ഇപ്പൊ നമ്മള് കാണുമ്പോ അതാണ് നല്ലത്. ഇപ്പൊ മറ്റേത് ഭയങ്കര ഫ്ലാറ്റ് ആയിരിക്കും പാട്ടിലാണെങ്കിൽ. അപ്പൊ വീട് തന്നെ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഈ പറയുന്ന ഫ്ലവറും സംഗതിയൊക്കെ വന്ന് ഭയങ്കര രസമായിട്ടാണ്. അതാണ് ഇപ്പൊ വീട് മാത്രം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മനസ്സിൽ നമ്മൾ ഫിക്സ് ചെയ്ത് പോയതിന്റെ ഒരു നമ്മൾ അതിനെ ഐഡിയലൈസ് ചെയ്ത് കളയും നമ്മൾ ആദ്യം തന്നെ. ഇതാണ് പെർഫെക്റ്റ്, ഇതിന് അപ്പുറത്തോട്ടൊന്നുമില്ല. ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ. ഇപ്പൊ ഒരു ആക്ടറുടെ കാര്യമായാലും നമ്മൾ ആദ്യം ഭയങ്കരമായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇത് മാറുമ്പോ നമുക്ക് ഭയങ്കര ഇതുണ്ടാവും. പിന്നീട് ആ ആക്ടർ വന്ന് അതിനെ ആ ആക്ടർക്ക് എഴുതിയ പോലത്തെ റോളാക്കി മാറ്റും. അവരുടേതായിട്ടുള്ള സാധനം എന്തായാലും ആ ആക്ടർ കൊണ്ടുവരും എന്ന് പറയുന്ന പോലെയാണ് ഈ സാധനം കിട്ടിക്കഴിഞ്ഞ് പിന്നെ അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയായിരുന്നു. ആ വീട്ടിൽ ആ ബ്രിക്കിന്റെ സ്ട്രക്ചർ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ ഓക്കെ. പിന്നെ നമ്മൾ ആ മഞ്ഞപ്പുറ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ നഷ്ടമായേനെ എന്നുള്ള രീതിയിലായി ആ നൈബർഹുഡ് അങ്ങനെ മാറി. അപ്പൊ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതാണ്. അങ്ങനെ എപ്പോഴും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ടെൻഷനുകളും പരിപാടികളും ഷൂട്ടിലായാലും ഷൂട്ട് ഡേയ്സ് ഒക്കെ നീണ്ടുപോയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഇമോഷൻസ് ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. ഇത് എന്താ സംഭവം, ഇത് നമ്മൾ ടെക്നിക്കലി ഇത് ഓക്കെയാണ്. ഇത് ആ ടെക്നിക്കിന്റെ അപ്പുറത്തോട്ട് നിക്കണമല്ലോ ഇത്. അപ്പൊ ഇത് എന്നുള്ള ജഡ്ജ്മെന്റ് ഇല്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. പ്രേമലൂല് അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പ്രേമലൂല് എനിക്ക് അങ്ങനെ ജിയോഗ്രഫിക്കൽ അല്ലെ വീട് കെട്ടിടം ഇതൊന്നും വലിയ ഫാക്ടർ അല്ല. ടെറസിന് അപ്പുറത്ത് നോക്കിയാൽ കിട്ടും അങ്ങനത്തെ ചില കൺസേൺ അല്ലേ. അതെ, അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കോമഡി സീൻസ് ഒക്കെ ആണല്ലോ. അപ്പൊ കോമഡി സീൻസ് വർക്കാവും. കാരണം അത് അവൻ അഭിനയിക്കുന്നവരുടെ റെസ്പോൺസ് ആയിക്കോട്ടെ, ഇത് കണ്ടുനിൽക്കുന്നവരുടെ റെസ്പോൺസ് ആയിക്കോട്ടെ, അത് മനസ്സിലാവുന്നുണ്ട് നമുക്ക് ഇത് വർക്കാവും. ഇതില് കോമഡിയും വർക്കാവുന്നില്ല, ഇമോഷനും വർക്കാവുന്നില്ല. ഇത് വർക്കാവുന്നുണ്ട്, പക്ഷെ എനിക്ക് അനാവശ്യമായിട്ടുള്ള ചിന്ത എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പ്രേമലു കഴിഞ്ഞിട്ടല്ലേ നിൽക്കുന്നത്. അതിന്റെ ഒരു ഒരിക്കലും അതിന്റെ താഴെ പോവരുത്. നമ്മൾ ഇത്രയും അടിച്ചപ്പോ നമുക്കൊരു അത് ഉണ്ടായിരിക്കും കേട്ടോ. ഞാൻ കൂടുതൽ ഇതിലങ്ങ് സെൽഫ് ഡൗട്ട് ചെയ്ത് നമ്മളിത് ശരിയാണോ. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് നിവിൻ ചേട്ടൻ വിചാരിക്കുന്നത് ഞാൻ ഇത് എന്തോ പ്രശ്നമുണ്ടെന്നൊക്കെയുള്ള രീതിയിൽ നിവിൻ ചേട്ടൻ വിചാരിക്കുന്നത്. നിവിൻ ചേട്ടൻ എന്റെ അടുത്ത് ചോദിക്കുന്നത് ഹാപ്പി അല്ലേ, കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അത് ഹാപ്പി അല്ല. അതെ 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 അങ്ങനെയൊക്കെ. നമ്മള് ഹാപ്പി അല്ലേന്ന് ചോദിക്കണെങ്കിൽ ഹാപ്പി ആവാനുള്ള ഒരു സംഭവം ഉണ്ടാവണില്ല പടത്തിൽ. ഹാപ്പി ആവാനുള്ള സംഭവം ഞാൻ എന്നിട്ട് ഞാൻ കുറച്ച് ദിവസം ഒരു 10 ദിവസം കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ എല്ലാവരും വിളിച്ചു. അജ്മലിനെ നമ്മുടെ ലേഡീസ് അസോസിയേഷനൊക്കെ വിളിച്ച് റൂമിൽ വന്ന് പണി കയ്യിൽ പോവാണോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്താന്ന് ഞാനിത് ഇതിന്റെ കിക്ക് കമ്പയർ ചെയ്യണത് പ്രേമലുമായിട്ടാണ് കമ്പയർ ചെയ്യണത്. അപ്പൊ എന്ത് പറ്റി എന്ന് ചോദിച്ചു. എടാ എനിക്ക്
ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, ഒരു കിക്കും കിട്ടണല്ലോ. ഞാൻ ഇത് ഇത്രയും ദിവസം എടുത്ത ഒരു സീനിൽ എനിക്ക് ഒരു തരത്തിലും കൊള്ളാം, ഒരു കിക്കും കിട്ടണല്ലോ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, അങ്ങനെ നമുക്ക് അങ്ങനെ ഇതായിട്ടൊന്നും തോന്നിയില്ല. അജ്മലൊക്കെ ആകെ പേടിച്ചു പോയി. ഇനിയിപ്പോ അജ്മലിന്റെ പ്രശ്നമാണോ എന്നൊക്കെ ഉള്ള. അപ്പൊ അജ്മലിന്റെ പ്രശ്നമല്ല, ഇതൊക്കെ എന്റെ പ്രശ്നം തന്നെ. അപ്പൊ ഞാനിത് ഇതെന്താ നമ്മുടെ കയ്യിന്ന് പോണി 2 വർഷമായിട്ട് നമ്മള് എന്തെങ്കിലും ചെയ്തിട്ട് പ്രേമലോണ അവസാനം ഷൂട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ സംശയങ്ങളും അതിന്റെ ഈ പ്രേമല് 2 പ്ലാൻ ചെയ്തിട്ട് അതിൽ നിന്ന് തെന്നിട്ട് ഇതിലേക്ക് വന്നതിന്റെ ഒരു ടെൻഷനും ഉണ്ടാവാം ചിലപ്പോ. നടക്കാതെ പോയത് അല്ല, ആ ടൈം പോയതിന്റെ ഒരു ടെൻഷൻ. ടൈം ഭയങ്കര പ്രഷ്യസ് ആണ്. നമ്മള് ഒരു പീക്ക് ടൈമിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഒരു വർഷം അത് ഇച്ചിരി സീനാണ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു പ്രഷറും നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് ഇതെന്തായാലും അടിക്കണോ എന്നുള്ള ഒരു സാധനം വന്നായിരുന്നു. അപ്പോഴേക്കും നല്ല പടമായ പോരാ, മേളിൽ പോണം എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനിലായിരുന്നു. റിലീസ് ദിവസം അല്ല, എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. ഇപ്പൊ പ്രൊഡക്ഷനിലും ഡൗട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് നമുക്കത് തരില്ല. ഇവര് നമ്മളെ അപ്പൊ ഇവര് ഗോവ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവര് ഫസ്റ്റ് ഹാഫിന്റെ ഒരു പ്രിവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ച് കണ്ടു, നന്നായിട്ടുണ്ട്, രസം. അപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. കോൺഫിഡൻസ് അല്ല, ആശ്വാസം. കാരണം മോശമായിട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് മോശമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരത് പറയും, അത് അത്ര വർക്കാവാത്ത പോലെ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്നൊക്കെ പറഞ്ഞ കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പൊ അങ്ങനെ ഇതായി. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നീട് കുറച്ച് ദിവസം സെക്കൻഡ് ഹാഫ് ഓക്കെയാണ്, പരിപാടി ഓക്കെയാണ്, നമുക്ക് അടിക്കും എന്നുള്ള ഇതിലാണ് ഇവര് പറയണത്. എത്രയൊക്കെ ഇതായാലും നമുക്ക് ആ റിലീസിന്റെ അവസാനം വരെ അതെ അത് തന്നെ. റിവ്യൂസ് ഒക്കെ വന്നിട്ടില്ലേ ഗിരീഷ്? ഫുൾ ഇതിന്റെ എങ്ങനെയാ ഇത് പോകുന്നതെന്നുള്ളൊരു തീർച്ചയായിട്ടും. എനിക്ക് 2 ദിവസം മുമ്പ് മറ്റേ നിവിൻ ചേട്ടൻ എന്താ പ്രിവ്യൂ കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട്, നിവിൻ ചേട്ടൻ ഒരു സംഭവം ഓക്കെയാണ്, എല്ലാം നല്ല രസമുണ്ട് പരിപാടി എന്നൊക്കെ പറഞ്ഞ്. അതുവരെ എനിക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതോടുകൂടി എന്തെല്ലാം എല്ലാരും പോയി, ഈ പണി പാളിയോ എന്നൊക്കെ ഉള്ളത് ഞാൻ ഇവിടെ ചോദിക്കുന്നു, ആകാശിന്റെ അടുത്ത് ചോദിക്കുന്നു, പരിപാടി പറയുന്നില്ല, അജ്മലിന്റെ അടുത്ത് ചോദിക്കുന്നു. അങ്ങനെ കുഴപ്പമുണ്ടാവില്ല, വരുന്നിടത്ത് വെച്ച് കാണട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. ഞാൻ ഭയങ്കര സ്ട്രെസ്സിലാണ് പോണത്. പ്രേമലും ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അത്യാവശ്യം ഒരു സ്ട്രെസ്സും ഉണ്ടായിരുന്നില്ല ഈ ഫസ്റ്റ് ഷോ ഒക്കെ കാണുമ്പോൾ. ഭയങ്കര ഹാപ്പി ആയിരുന്നു. സംഭവം ഭയങ്കര ടൈമിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അടിച്ചു തീർക്കായിരുന്നു. പ്രേമലുവിന്റെ അവസാനത്തെ വെൽക്കം ടു ഹൈദരാബാദ് ഒക്കെ അജ്മലാണ് എഡിറ്റ് ചെയ്തത് ആ പാട്ടൊക്കെ. കാരണം സമയമില്ല, ആകാശിന് എഡിറ്റ് ചെയ്യാൻ സമയമില്ല. ആകാശ് ചായപ്പാനി അവിടെ എഡിറ്റ് ചെയ്യുമ്പോ അജ്മൽ ഇപ്പുറത്ത് ലാപ്ടോപ്പിൽ മറ്റേത് എഡിറ്റ് ചെയ്തോണ്ടിരിക്കും. അതൊരു ബഹളമായിരുന്നു അവിടെ. പക്ഷെ ഫുൾ ചില്ലാണ്. അങ്ങനെ ഉള്ളൊരു ഇതിന്ന് ഭയങ്കര എന്തോ ഒരു സീരിയസ് പരിപാടിയിലേക്ക് സീരിയസ് ആണ്. അതിന്റെ സീരിയസ്നെസ് എല്ലാ മേഖലയിലും ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ സെക്കൻഡ് കൊളാബറേഷൻ വിത്ത് ഭാവന സ്റ്റുഡിയോസ് ആണ്. നിങ്ങൾ ഈ ഒറ്റ കുടുംബം പോലെയായി മാറിയ ഒരു സംഗതിയായി മാറിയിട്ടുണ്ടല്ലോ. തുടർന്നും ഭാവനക്കൊപ്പമാണോ പടം? എന്താണ് അടുത്ത പരിപാടി? അങ്ങനെ ഭാവനയായിട്ട് ചെയ്യാന്ന് പറഞ്ഞ് തീരുമാനിച്ചേക്കാണ്. ഞാനും കിരണും ഇപ്പോ കിരണിന്റെ വർക്കുകളായിട്ട് തിരക്കാണ്. അപ്പൊ അവനൊന്ന് ഫ്രീ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാന്നുള്ള ഒരു രീതിയിൽ ഒരു ചെറിയതല്ല, കുറച്ചും കൂടി വലിയൊരു സംഭവം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. പറയാറായിട്ടില്ല. ഞാൻ വ്യക്തിപരമായിട്ടും പറയാം, ഗിരീഷ് ഈ ട്രാക്കിൽ നമ്മൾ കഴിഞ്ഞ ഇന്റർവ്യൂവിലും പറഞ്ഞു, മറ്റേ ഇത് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഈ ട്രാക്കിൽ നിന്ന് മാറിപ്പോകരുതെന്ന്. എന്നാൽ പോലും ഇപ്പൊ ഗിരീഷ് ഇനി അങ്ങനെ ആലോചിക്കുമോ ഇതിൽ നിന്ന് മാറി ഒരു ട്രാക്കിൽ ഒരു പടം ചെയ്യാൻ? അല്ല, അതെപ്പോഴും ആലോചിക്കുന്നുണ്ട്. അത് ഇപ്പൊ എന്താ പറയുക, നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യും. അതായത് ഞാനായിട്ട് അങ്ങനത്തെ ഒരു കാരണം എന്ന് വെച്ചാൽ നമുക്ക്
ഒരു സിനിമ എന്നും പറഞ്ഞ് ആലോചിക്കുമ്പോ നമ്മളുടെ മനസ്സിൽ ഈ പോപ്പപ്പ് ചെയ്ത് വരുന്നത് ഇതുപോലത്തെ ഇതാണ് നമുക്ക് ഏറ്റവും റിലേറ്റബിളും നമുക്ക് ഏറ്റവും രസമായിട്ടും തോന്നുന്ന സാധനം. അതെ, നമുക്ക് സ്ട്രോങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇതെന്നുള്ള രീതിയിൽ. അപ്പൊ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു വന്നു കഴിഞ്ഞാൽ അത് ഇത് കൊള്ളാലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തായാലും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾക്ക് അല്ലാതെ ഇപ്പൊ ഒരാൾ പറഞ്ഞു കേട്ട് ഞാൻ എന്തായാലും ഇവൻ പറഞ്ഞ എന്നാ പിന്നെ നടത്താം എന്നുള്ള രീതിയിൽ ചെയ്യാൻ അത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം നമ്മൾ അതിനു വേണ്ടിയിട്ട് പിന്നെ അതിനുള്ള ആലോചനകളായി. അല്ലാതെ ഇങ്ങനെ വന്നു ചേരുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പടം ഇത്രയും വലിയൊരു കൊളാബറേഷൻ, ഇത്രയും വലിയ സക്സസ് ആകുമ്പോൾ എഗെയിൻ ഗിരീഷ് ഷേഡി നിവിൻ കോംബോ, അതും ആളുകളുടെ ഒരു ഡിമാൻഡ് ആവുമല്ലോ. ഇവരുടെ കോമൺ ഇവനെ നോക്കുകയാണെങ്കിൽ ഇവൻ അങ്ങനെ എല്ലാവരുടെയും ഒരു 3 പടങ്ങൾ തുടർച്ചയായി ചെയ്തിട്ടുള്ള ആളാണ്. ഇനീതാണേലും ജൂഡാണേലും അൽഫോൺസ് ആണേലും. അതുകൂടി പ്ലാനിലുള്ളൊരു സംഗതിയാണ്. തീർച്ചയായിട്ടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ ചേട്ടന്റെ പ്രത്യേകത, നിവിൻ ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. നമ്മള് പറയുന്നത് കേൾക്കുകയും നമ്മളെക്കാളും സീനിയർ ആണെങ്കിലും ഞാൻ പല പടങ്ങൾ പറയും, അതല്ലെങ്കിൽ പുള്ളി അഭിനയിച്ച പടങ്ങളെ കുറിച്ച് ചിലപ്പോ ഞാൻ കമന്റ് പറയുക, എന്തെങ്കിലും പുള്ളി അതൊക്കെ ഇരുന്ന് കേൾക്കും, അങ്ങനെയാണല്ലേ, അത് പുള്ളി അത് വളരെ കാര്യമായിട്ടാണ് എടുക്കുന്നത്. അല്ലാതെ ഇത് ഇവന് പലതും പറയും അങ്ങനെയല്ല പുള്ളി. അത് അല്ലെങ്കിൽ ഇപ്പൊ പുള്ളി ഇപ്പൊ എന്തെങ്കിലും പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പടങ്ങളുടെ എന്തെങ്കിലും കാര്യം പറയും, ഇതെങ്ങനെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും അത് രസമായിട്ടുണ്ട്, അത് കുറച്ചും കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചും കൂടി രസമായിരിക്കും എന്നൊക്കെ പറയും. പുള്ളി അതൊക്കെ ഇന്ന് കേൾക്കും, ഓക്കെ ഓക്കെ എന്നൊക്കെ പറയും. എന്നിട്ട് ചിലപ്പോ പുള്ളി അവരോട് അതൊക്കെ പറയുന്നുണ്ടാവാം, എനിക്കറിയില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ബോണ്ടും. അത് മാത്രല്ല പുള്ളി ഇപ്പോ പുള്ളി മറ്റേ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അധികം നമ്മളങ്ങനെ ഇതിന്റെ കാര്യങ്ങൾ മാത്രം, മറ്റേ ഷൂട്ടിങ്ങിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. അല്ലാത്ത സമയത്ത് ചിലപ്പോ പുള്ളി വേറെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിട്ട്, ചിലപ്പോ ഈ ഷോട്ട് എടുക്കാൻ ചില താമസമൊക്കെ വരുമ്പോ പുള്ളി അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പുള്ളിയുടെ കാര്യങ്ങൾ, പുള്ളി വളരെ സാധാരണക്കാരനായിട്ട് നമുക്ക് നമ്മുടെ ഒരു പരിചയക്കാരനെ അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ പുള്ളി കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പുള്ളിക്ക് പറ്റിയിട്ടുള്ള അബദ്ധങ്ങള്, അല്ലെങ്കിൽ പുള്ളിക്ക് സക്സസുകൾ, അല്ലെങ്കിൽ അതെങ്ങനെ എടുത്തിരുന്നു, അങ്ങനെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ പറയും. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ആക്ടേഴ്സ് തമ്മിൽ ഇപ്പോ എനിക്കത് മമിതയായിട്ടുണ്ട്, സംഗീതമായിട്ടുണ്ട്, ശ്യാമോഹനായിട്ടുണ്ട്, ആ സംഭവങ്ങളൊക്കെ. അത് സംഗീതമൊക്കെ എനിക്ക് ഒരുപാട് മുമ്പേ അറിയാവുന്നതാണ്. അപ്പൊ ഇത് ഈ പ്രോസസ് എന്താണെന്ന് അവന് അറിയാം, നമ്മൾ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് അവന് കറക്റ്റ് ആയിട്ട് അറിയാം. കാരണം അവൻ എഡിറ്റർ ആയിരുന്നു, ഷമീറിക്കയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ തണ്ണീർമത്തന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ തുടങ്ങി അവനുണ്ട്, അവന് ഇതൊക്കെ അറിയാം. മറ്റു ചിലർക്ക് നമ്മൾ ചെയ്യുന്ന വർക്ക് ഭയങ്കര ഇൻവിസിബിൾ ആണ്. നമ്മൾ ഷോ ഇടണം, ഇത് ഇവരെ പറഞ്ഞ പോലെ തെറി വിളിക്കുക, അവിടെ കിടന്നിട്ടുള്ള ഒച്ചപ്പാടും ബഹളത്തിലാണ് ചിലര് നമ്മളെ ഇവന്മാരൊന്നും പണിയെടുക്കുന്നില്ല, എല്ലാം നമ്മുടെ തലയിൽ കൂടെയാണ് പരിപാടി പോണെന്ന് ചിലർ വിചാരിക്കും. അതുപോലത്തെ ആളല്ല തീർച്ചയായിട്ടും. അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും വർക്ക് ചെയ്യാൻ, അതിപ്പോഴാണ് ഞാനിതൊക്കെ തിരിച്ചറിയണേ കേട്ടോ. നമ്മള് പടം ചെയ്യുമ്പോ അല്ലെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ആരുടെ കൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ചെയ്യേണ്ടാത്തതെന്നൊന്നും എനിക്ക് മുമ്പ് അറിയില്ലായിരുന്നു. വിളിച്ചാൽ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരാൾ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പലരെയും ഇതാക്കുന്നത്. അല്ലാതെ നമ്മളെ എങ്ങനെയാണ് ഇവർ കാണുന്നത്, ട്രീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്ക് മനസ്സിലായാലും നമ്മൾ ഇതിനെ ഒരു പാറ്റേൺ ആയിട്ടൊന്നും കാണാറില്ല. ആദ്യത്തെ മിസ് ട്രീറ്റ്മെന്റ് കിട്ടി, ഓക്കെ, അത് അവിടെ കഴിഞ്ഞു, അത് സോൾവ് ആയി. രണ്ടാമത് കിട്ടുന്നു, അത് ഇത് രണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കാണുന്നത്. ഇതൊരു പാറ്റേൺ ആണ്. ഇത് ഗ്രാജുവലി നമ്മുടെ ബൗണ്ടറി എത്രത്തോളം ഉണ്ടെന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് നമ്മൾ എത്രത്തോളം എൻഡോർ ചെയ്യുമോ എന്നുള്ളത് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പരീക്ഷണം വിജയിക്കും തോറും ഇവർക്ക് പ്രിവിലേജ് കൂടുതൽ കിട്ടിക്കൊടുക്കും എന്നുള്ള ഇതൊന്നും ഇവര് മനഃപൂർവ്വം ചെയ്യുന്നതുമല്ല. ഇവന്റെ ബൗണ്ടറി ഞാൻ ടെസ്റ്റ് അങ്ങനെയല്ലത്. ഇത് ബേസിക് ഡിസ്റെസ്പെക്ട് വരുന്നതാണ് ഇത് സംഭവം, അൺകോൺഷ്യസ് ആയിട്ട് വരുന്നതാണ്. പക്ഷെ അത് നമ്മളെയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ നിവിൻ ചേട്ടൻ ഭയങ്കരമായിട്ട് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നു. അപ്പൊ തീർച്ചയായിട്ടും വീണ്ടും കൊളാബറേറ്റ് ചെയ്യാൻ. അപ്പൊ എന്തായാലും
ബത്ലയം പ്രേമലുവിനെ വെല്ലുന്ന സക്സസ് ആവട്ടെ. ഓ ഇനി നമ്മൾ അടുത്ത പടത്തിന്റെ ഓ സക്സസ്. തീർച്ചയായും. താങ്ക് യു. ഓ താങ്ക് യു.